മഹാൻ ഗുണ കീർത്തനാദേവ കൃഷ്ണസ്യ മുക്തസംഗ പരം വ്രജേതാണ് നമ്മൾ ആദ്യം ചൊല്ലിയ ശ്ലോകം. കലേർ ദോഷനിധേ രാജൻ അസ്തിഹ്യേകോ മഹാൻ ഗുണഃ കീർത്തനാദേവ കൃഷ്ണസ്യ മുക്തസംഗ പരം വ്രജേത്. ഇതെന്താ സന്ദർഭം എന്നറിയോ? പരീക്ഷിച്ച് ചോദിക്കുക. ആരോട്? ഗുരുനാഥനായ ശ്രീശുക ബ്രഹ്മർഷിയുടെ മഹർഷേ, ഗുരുനാഥ, ഈ കലികാലത്തെ കുറിച്ചപ്പോൾ അങ്ങ് വർണ്ണിച്ചു. എന്തൊക്കെ ദോഷങ്ങളാണ് കലികാലത്തുള്ളത് അല്ലേ? അപ്പം അതൊന്നും വേണ്ട, നമ്മൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് പറയില്ലേ, എന്തെങ്കിലും ഒരു പ്രയാസം കേട്ടാൽ നമ്മളെന്താ പറയുക? എങ്ങനെ ഇല്ലാണ്ടിരിക്കുക, കലികാലല്ലേ എന്നാ അല്ലേ? എന്തെങ്കിലും ഒരു ദുരിതം കേട്ടാൽ, മഴ പെയ്യണോ, വെള്ളപ്പൊക്കമാണ്, പ്രളയമാണ് പറഞ്ഞാൽ നമ്മൾ ആദ്യം പറയും മുത്തശ്ശിമാർ കലികാലം കലികാലം, അല്ലാണ്ട് എന്താ പറയുക അല്ലേ? തിരിച്ച് എന്തൊരു വേനലാണ്, കുടിവെള്ളം കിട്ടാനില്ല, അപ്പോൾ നമ്മൾ പറയും കലികാലം, അല്ലാണ്ട് എന്താ പറയുക? അപ്പോൾ അഹിതമായ എന്തു വാർത്ത കേട്ടാലും നമ്മളെപ്പോലുള്ള ആളുകൾ ആദ്യം പ്രതികരിക്കാൻ നാവിൽ വരിക കലികാലം, അല്ലാണ്ട് എന്താ പറയുക? അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഈ കലികാലത്തിൽ ഒട്ടനവധി ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, വിഷമങ്ങൾ, ആശങ്കകൾ, ഉത്കണ്ഠകൾ, ഇതൊക്കെ കലികാലത്തുണ്ട്. അതാണ് ഇവിടെ പരിശുദ്ധ പറയും കലേർ ദോഷനിധേ രാജൻ. ഈ കലികാലം എന്നത് ദോഷനിധി, ദോഷങ്ങളുടെ ഒരു കടലാണ് എന്നാ. പക്ഷേ ശ്രീശുക ബ്രഹ്മർഷി പറഞ്ഞു കൊടുക്കണു, പരിശുദ്ധ പേടിക്കണ്ട, അസ്തിഹ്യേകോ മഹാൻ ഗുണ. ഇതൊക്കെ ആണെങ്കിലും, ഇത്രയൊക്കെ പ്രയാസം ഉണ്ടെങ്കിലും, അസ്തിഹ്യേകോ മഹാൻ ഗുണ, ഏക മഹാൻ ഗുണ അസ്തി. എന്നർത്ഥം ഒരു വലിയ ഗുണമുണ്ട് എന്നാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. നമ്മുടെ സ്വഭാവത്തിൽ വരുത്തേണ്ട ഒരു മാറ്റമുണ്ട്. ഇപ്പോൾ ഒരാൾക്ക്, ഒരു വ്യക്തിയിൽ 99 ഗുണവും ഒരു ദോഷം ഉണ്ടോ എന്ന് വിചാരിക്കുക. നമുക്കറിയണ ഒരാളാണ്, 99 ഗുണം അയാൾക്കുണ്ട്, ഒരു ദോഷമുണ്ട്. നമ്മളെന്താ സാധാരണ ചെയ്യാറുള്ളത്? ഞാൻ പറഞ്ഞത് നിങ്ങൾ നല്ല കേട്ടോ, നമ്മൾ എന്നും കൂടി കൂട്ടിയിട്ടാണ്, ഞാൻ ഉൾപ്പെടെയാണ്. എന്താ നമ്മൾ സാധാരണ ചെയ്യുക? ഈ 99 ഗുണങ്ങളെക്കുറിച്ച് മിണ്ടില്ല. നമ്മൾ എന്തേ പറയൂ? ഈ ഒരു ദോഷത്തെ വലുതാക്കി പറയും. ഇപ്പൊ ചന്ദ്രനെ കുറിച്ച് അമ്പിളിമാമൻ ആകാശത്ത് അല്ലേ, എല്ലാവർക്കും ഉപകാരമുള്ള ആളാണ് അമ്പിളിമാമൻ ചന്ദ്രൻ. അദ്ദേഹത്തിൻ്റെ പ്രകാശം, നിലാവ്, തണുപ്പും പ്രകാശമൊക്കെ തരുന്നു പോരാ, ഓഷധീശൻ, ഔഷധങ്ങൾക്ക്, ചെടികൾക്ക്, സസ്യങ്ങൾക്കൊക്കെ ഔഷധ ഗുണം നൽകണമെങ്കിൽ ഈ നിലാവ് വേണം, എന്നാലേ മരുന്നുകളൊക്കെ ഫലിക്കൂ. അതുകൊണ്ട് പഴയ കാലത്തൊക്കെ മരുന്നുകളൊക്കെ നിലാവത്തുണക്കുക എന്നൊക്കെ പറയും, നിലാവത്തുണക്കുക, വെയിൽ കൊള്ളാണ്ട്. അപ്പോൾ ആ നിലാവിൻ്റെ ഔഷധ ശക്തി കൂടി അതിൽ ചേരണം. അപ്പോൾ ഇത്തരത്തിൽ ഔഷധ ഗുണമുള്ള നിലാവ് പരത്തുന്ന ചന്ദ്രനെ കുറിച്ച് ആൾക്കാർ എന്താ പറയുക? എന്തുണ്ടായിട്ട് എന്താ അങ്ങോട്ട് നോക്കാൻ പറ്റും മുഖത്തേക്ക്? എന്താ അതിൻ്റെ ഉള്ളിലൊരു കളങ്കല്ലേ എന്ന് നോക്കണേ. ചന്ദ്രനെ നോക്കിയാൽ അതിൻ്റെ ഉള്ളിൽ കറുത്ത ഒരു മൊയിലിരിക്കണ പോലെ ഒരു പാട് കാണും. അപ്പോൾ ആൾക്കാരെന്താ പറയുക? എന്തുണ്ടായിട്ടെന്താ, എന്ത് ഗുണം ഉണ്ടായിട്ടെന്താ കാര്യം? കണ്ടില്ലേ, അങ്ങോട്ട് നോക്കിയാൽ ഒരു കളങ്കമാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ കളങ്കത്തെ കാണണ്ട, മറിച്ച് ആ നിലാവിൻ്റെ വശ്യതയെക്കുറിച്ച്, ആ നിലാവിൻ്റെ കുളിർമയെക്കുറിച്ച്, അതിൻ്റെ തണുപ്പിനെക്കുറിച്ച്, അതിൻ്റെ ശീതളിമയെക്കുറിച്ചൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോഴോ അത് നന്നായിട്ട് മാറി. അതാണ് ഒരാളിലുള്ള 99 ദോഷത്തെയും മാറ്റിയിട്ട് ആ ഗുണത്തെ എടുക്കുന്ന പോലെ കലികാലത്ത് ഇത്രയൊക്കെ ദോഷമുണ്ടെങ്കിലും ഏകാ മഹാൻ ഗുണ അസ്തി. അതെന്താ? കീർത്തനാദേവ കൃഷ്ണസ്യ മുക്തസംഗ പരം വ്രജേത്. കൃഷ്ണസ്യ കീർത്തനാദേവ എന്താർത്ഥം? ഭഗവാന്റെ കീർത്തനങ്ങൾ കൊണ്ട് മാത്രം മുക്തസംഗ പരം വ്രജേത്. അവർക്ക് ഈ കൽമഷങ്ങളിൽ നിന്നും കലിമാലിന്യങ്ങളിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് പരമപദത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും. നോക്കൂ, ഈ കലികാലം കലികാലം എന്നിപ്പോൾ നമ്മൾ കുറേ ആയി പറയണു. ഈ കലികാലം എത്ര വർഷമുണ്ട് എന്നറിയോ? ആകെ കലികാലേ എത്ര വർഷാന്നറിയോ? 4,32,000 വർഷമാണ് കലികാലം. ഓർമ്മിക്കണേ, 4,32,000 വർഷം. അതിലേക്ക് ഇപ്പം എത്രയായി എന്നറിയോ? തുടങ്ങിയിട്ട് അധികമൊന്നുമില്ല, ഒരു 5127 കൊല്ലമായിട്ടേ ഉള്ളൂ. കണക്കൊക്കെ നല്ല ശ്രദ്ധിക്കണേ.
4,32,000 വർഷം നീണ്ടു നിൽക്കുന്ന കലികാലത്തിലേക്ക് ഒരു 5,127 എന്ന് പറഞ്ഞാൽ കലികാലം കണ്ട് തുടങ്ങി എന്ന് പറയാം. ഇപ്പം തന്നെ നമ്മൾ പറയാൻ തുടങ്ങി. നേരത്തെ പറഞ്ഞില്ല എന്ത് കലികാലം, കഷ്ടകാലം അല്ലേ? അപ്പം ഈ 4,32,000 ഒക്കെ എത്തുമ്പോൾ എന്താവും അവസ്ഥ? ഒരു സമാധാനം എന്താണെന്നറിയോ? അതന്നെയാ, നമ്മളൊന്നിപ്പോൾ അതുവരെ ഉണ്ടാവില്ലല്ലോ എന്ന് എന്തെങ്കിലും ആവട്ടെ. അങ്ങനല്ല, നമ്മുടെ കാര്യം മാത്രം ചിന്തിക്കുന്നവരൊക്കെ ആരാ? സ്വാർത്ഥമതികളാണ് അല്ലേ? എങ്ങനെ വേണം? നമ്മുടെ പ്രാർത്ഥന എന്താ? എനിക്ക് സുഖം ഉണ്ടാവട്ടെ എന്നോ, എൻ്റെ കുട്ടികൾക്ക് സുഖം ഉണ്ടാവട്ടെ എന്നോ അല്ലേ? അല്ലല്ലോ. പിന്നെയോ ലോകാ സമസ്ത സുഖിനോ ഭവന്തു. അപ്പൊ കലികാലത്ത് ഇത്രയും വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിനൊക്കെ മറികടക്കാൻ ഏറ്റവും ലളിതമായ ഉപായമാണ് ഗായത വിഷ്ണു ഗാഥ. നാമം ജപിച്ചാൽ മതി. നോക്കൂ, നാമജപമൊന്നു മതി കാലേ മുക്തി നേടാൻ. നാമതോർത്തു ജപിക്കുക തിരുനാമങ്ങൾ. നാരായണ 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 രാധാ ഗോവിന്ദ. നാമജപമൊന്നു മതി കാലേ മുക്തി നേടാൻ. നാമതോർത്ത് ജപിക്കുക തിരുനാമങ്ങൾ. നാരായണ 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 രാധാ ഗോവിന്ദ. മാനസമാം ദർപ്പണത്തിൽ അഴുക്കുള്ളതകലുവാൻ ഊനമെന്നെ പാടിടുക തിരുനാമങ്ങൾ. നാരായണ 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 രാധാ ഗോവിന്ദ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അതാണ് നാമജപത്തിലുള്ള പ്രാധാന്യം. എണ്ണമറ്റ തിരുനാമമുള്ളതിൽ ഒന്നു മാത്രം ഒരിക്കലൊരു ദിനം. സ്വപ്നത്തിൽ താനറിയാതെയെങ്കിലും മറ്റൊരുത്തർക്ക് വേണ്ടിയെന്നാകിലും മറ്റൊന്നായി പരിഹസിച്ചെങ്കിലും. നോക്കൂ, എപ്പോഴെങ്കിലും സകൃത്യപ്യവശാത് വിനിർഗളം ചെയ്തു കുലദൈവം മമ തസ്യ പാദധൂളി പതതസ്ഖലിതശ്ചാർത്ത ക്ഷുത്വാ വാ വിവശോ ബ്രുവൻ ഹരയേ നമായിറ്റു ചേർ മുച്യതേ സർവപാതകാ. അല്ലേ, നമ്മളൊക്കെ ആവർത്തിച്ച് ചൊല്ലുന്ന ശ്ലോക. പതിതസ്ഖലിതശ്ചാർത്ത ക്ഷുത്വാ വാ വിവശോ ബ്രുവൻ ഹരയേ നമായിറ്റു ചേർ മുച്യതേ സർവപാതകാൽ. ഒരൊറ്റ ഹരിനാമം കൊണ്ട് സകല പാപങ്ങളെയും മറികടക്കാനായിട്ട് സാധിക്കണം. ഇതാണ് നാമജപത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ നോക്കൂ, ഈ കലികാലത്തെ മാലിന്യങ്ങളെ മറികടക്കാൻ നമ്മളെ പഠിപ്പിക്കുന്നൊരു ഉപനിഷത്തുണ്ട്. അതാണ് കലിസന്ധാരണ ഉപനിഷത്ത്. ആ കലിസന്ധാരണ ഉപനിഷത്തിലൊരു മന്ത്രം അവതരിപ്പിക്കും. ഏതായി മന്ത്രം? അതാണ് കലിസന്ധാരണ മന്ത്രം. ഇതൊന്നും കേട്ടിട്ട് പേടിക്കേണ്ടത് എന്ത് മന്ത്രമാണ്? ആ മന്ത്രമാണ് നമ്മൾ ആദ്യം ചൊല്ലിയത്. ഏതാ? ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാമമന്ത്രവും കൃഷ്ണമന്ത്രവും. കൃഷ്ണമന്ത്രം അല്ലെങ്കിൽ കൃഷ്ണ അവതാരം പ്രേമാവതാരം എന്നാ പറയാ അല്ലേ? ശ്രീകൃഷ്ണന്റെ കഥകൾ മുഴുവനൊന്ന് ആലോചിച്ച് നോക്കൂ. മധുരം അദ്ഭുതം എന്നല്ലാണ്ട് വേറെ ഒന്നും പറയാനില്ല.
കൽത്തുറുങ്കിനകത്തമ്മ കണി കണ്ട ദിനം മുതൽ കാട്ടാളനെയ്ത കണയാൽ കാൽത്താർ വിണ്ട ദിനം വരെ കണ്ണൻ കപടഗോപാലൻ കൈവല്യാംബുകനാഗനം ചെയ്ത കാര്യം സകലവും ജഗന്മോഹന മോഹനമൊക്കെ മനോഹരം, അത്ഭുതം, ആനന്ദം എന്നല്ലാണ്ട് ഒന്നും പറയാനില്ല. അപ്പൊ കൃഷ്ണാവതാരത്തെ പ്രേമാവതാരം എന്നാണ് പറയാന്നുണ്ടെങ്കിൽ രാമാവതാരത്തെ എന്താ പറയാന്നറിയോ? ധർമാവതാരം. ശ്രീരാമാവതാരം എങ്ങനെയാണ്? ധർമാവതാരം. രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഈ ധർമ്മം 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 നമുക്ക് പറയാൻ പറ്റും. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്താ ഈ ധർമ്മം എന്ന് പറഞ്ഞ സാധനം? ആന ആന എന്ന് പറയും, കണ്ടിട്ടുമുണ്ട്. ആന എങ്ങനെയാ ചോദിച്ചാൽ പറയാം. വെളുത്ത 2 കൊമ്പുണ്ട്, കറുത്ത നിറാണ്, മുറം പോലെ ചെവിയുണ്ട്, തൂണ് പോലെ കാലുണ്ട്, ചൂല് പോലെ വാല്, ഇങ്ങനെയൊക്കെ നമുക്ക് പറയാം. ഈ ധർമ്മം എങ്ങനെയാ ചോദിച്ചാൽ എങ്ങനെയാ പറയാം? അപ്പൊ അതിനൊരു രൂപം കൊടുത്തു എന്ന് വിചാരിക്കും. ധർമ്മത്തിന് ഇങ്ങനെ ഒരു രൂപം കൊടുത്താൽ അത് ഏതുപോലെ ഉണ്ടാവും എന്നറിയോ? രാമോ വിഗ്രഹവാൻ ധർമ്മ, ശ്രീരാമചന്ദ്രസ്വാമിയെ പോലെ ഉണ്ടാവുന്ന എന്ന് പറഞ്ഞാൽ ധർമ്മത്തിന്റെ മൂർത്തിമദ്ഭാവമായിട്ടാണ് ആരെ പറയുക? ശ്രീരാമചന്ദ്രസ്വാമി. ശ്രീരാമചന്ദ്രസ്വാമിയുടെ ചരിതമാണ് ഇപ്പൊ നമ്മൾ എന്തായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? രാമായണമായിട്ട് പഠിക്കണം. രാമചരിതമാണ് രാമായണം. കിൽബിഷഹരം രാമചരിതം രസായനം കഥയമമ കഥകൾ അതിസാദരം കാകുൽസ്ഥലീലകൾ കേട്ടാൽ മതിവരാം. പറഞ്ഞില്ലേ, എനിക്ക് ഇത് എത്ര കേട്ടാലും മതിയാവണില്ല. നക്തം ദിവം ജീവിതാവധി കേക്കിലും തൃപ്തിവരാമമ വേണ്ടിയില്ല മുക്തിയും. ആര് പറയണു? പാർവതീദേവി പറയാ. നക്തം ദിവം ജീവിതാവധി, എൻ്റെ ജീവിതത്തിൽ എത്ര ആയുസ്സുണ്ടോ അത്രയും കാലം. നക്തം ദിവം എന്നാ പറഞ്ഞാൽ രാവും പകലും. നമ്മളിപ്പോൾ എത്ര കേൾക്കണത്? 2 മണിക്കൂർ ഒരു ദിവസം. ബാക്കി എത്ര ഉണ്ട്? 22 മണിക്കൂർ നമുക്ക് മറ്റ് പലതും കേൾക്കാം, കാണാം, അല്ലേ? പാർവതീദേവി പറയാ, രാവും പകലും ഇനി എത്ര ആയുസ്സുണ്ടോ അത്ര ആയുസ് മുഴുവൻ ജീവിതാവധി കേൾക്കിയിലും തൃപ്തി വരാ, എനിക്ക് മതി എന്ന തോന്നലുണ്ടാവില്ല. വേണ്ടിയില്ല മുക്തിയും, എനിക്ക് മോക്ഷം പോലും ആവശ്യമില്ല. നോക്കൂ, ഇപ്പൊ നമ്മളൊക്കെ സാധാരണ പറയാ എന്തിനാണ് ഈശ്വര ഭജനം ചെയ്യണത്, അല്ലേ? അവസാനത്തെ ലക്ഷ്യം എന്താ ചോദിച്ചാൽ നമ്മൾ പറയും രാമ 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 പാഹി മാം, രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം, രാമ 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 പാഹി മാം, രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. ഈ പ്രാർത്ഥനയൊക്കെ കേട്ട് ശ്രീരാമചന്ദ്രസ്വാമി ഇവിടെ കണ്ട് പ്രത്യക്ഷപ്പെട്ട് നമ്മളോട് പറയുന്ന പോരൂട്ടോ നിങ്ങൾക്കൊക്കെ മോക്ഷം തരാമെന്ന് പറഞ്ഞാൽ ഈ കസേലയിലൊന്നും ആരും ഉണ്ടാവില്ല. ചിലപ്പോൾ നമ്മളെന്താ പറയുക, അത്ര വേഗമൊന്നും ഞങ്ങൾക്ക് മോക്ഷം വേണ്ട, അടുത്ത ഞായറാഴ്ച ഒരു കല്യാണം ഉണ്ട്, അതിൻ്റെ അടുത്ത ഞായറാഴ്ച ഒരു ചോറൂണുണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ട് ആലോചിക്കാം. പിന്നെ എന്തിനാ അപ്പം നമ്മൾ ജപിച്ചത് രാമ രാമ രാമ? അങ്ങനെയല്ല, അല്ലേ? അപ്പം നോക്കൂ, ജപിക്കുമ്പോൾ ഒരു ആത്മാർത്ഥതയൊക്കെ വേണം. ഇവിടെ പറയണു എനിക്ക് രാവും പകലും മുഴുവൻ ഇത് കേട്ടാലും എനിക്ക് മതി വരണില്ല, പിന്നെയോ മോക്ഷം പോലും വേണ്ട. വേണ്ടെനിക്കർത്ഥവും കാമവും മോക്ഷവും വേണ്ട സായുജ്യവും വേണ്ട കണ്ണാ, വിട്ടു പിരിയാതെ എന്നും നിൻ തൃപ്പാദം കെട്ടിപ്പിടിക്കാൻ കഴിഞ്ഞാൽ മതി. രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. വേണ്ടെനിക്കർത്ഥവും കാമവും മോക്ഷവും വേണ്ട സായുജ്യവും വേണ്ട കണ്ണാ, വിട്ടു പിരിയാതെ എന്നും നിൻ തൃപ്പാദം
കെട്ടിപ്പിടിക്കാൻ കഴിഞ്ഞാൽ മതി. ഭക്തിയെ തന്നാലും ഭക്തിയെ തന്നാലും ഭക്തി അതുമാത്രം തന്നാൽ മതി. ഭക്തിയെ തന്നാലും ഭക്തിയെ തന്നാലും ഭക്തിയല്ലാതൊന്നും വേണ്ടേ വേണ്ട. രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. നോക്കൂ, അപ്പോൾ ഈ ഭക്തി മനസ്സിലുണ്ടാവുക, അതിന് വേണ്ടിയിട്ടാണ് കർക്കിടക മാസം രാമായണം വായിക്കണതും നാരായണീയം വായിക്കണതും ഭാഗവതം കേൾക്കണതും ഒക്കെ. എന്തിനാ? മനസ്സൊന്ന് ശുദ്ധിയാവാൻ വേണ്ടിയിട്ടാണ്. കർക്കിടക ചികിത്സ എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ? പഴയ കാലത്തൊക്കെ കർക്കിടകത്തിൽ ശരീരത്തിൻ്റെ കേടുകളൊക്കെ മാറ്റാനുള്ള ചികിത്സ ഉണ്ടാവും, ഔഷധങ്ങളൊക്കെ സേവിച്ച് അല്ലേ? സുഖചികിത്സ എന്നൊക്കെയാ പറയുക, ഒന്നുകൂടി സുഖമാവാനുള്ള ചികിത്സ. അപ്പം ശരീരത്തിന് ഔഷധങ്ങൾ ഉപയോഗിച്ച് കർക്കിടകത്തിൽ ചികിത്സയാണെങ്കിൽ മനസ്സിനൊരു ചികിത്സ വേണം അല്ലേ? ശരീരത്തിനും രോഗം വരും, അതുപോലെ തന്നെയാണ് എന്ത് മനസ്സിന് വരുന്ന രോഗം. ശരീരത്തിന് രോഗം അത്ര പേടിക്കാനില്ല. എന്താ, അപ്പം ഇഷ്ടം പോലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളിലൊക്കെ ഉണ്ട് അല്ലേ? ഓരോ ഭാഗത്തിനും ഓരോ ഡോക്ടർമാരും ഉണ്ട് അല്ലേ? കണ്ണിന് വന്നാൽ കണ്ണിന്, പല്ലിന് വന്നാൽ പല്ലിന്, ഓരോ ഭാഗം നോക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ അടുത്ത് പോയി ഉപദേശം സ്വീകരിച്ച് മരുന്നൊക്കെ കഴിച്ചാൽ ശരീരമൊക്കെ ശരിയാവും. പക്ഷെ രണ്ടാമത്തെ ആൾ കുറച്ചുകൂടി കേമ, എന്താ മനോരോഗം എന്ന് പറഞ്ഞാൽ നമ്മളെന്താ വിചാരിക്കുക? ഭ്രാന്ത്, ഉന്മാദം, അത് മാത്രമൊന്നുമല്ല മനോരോഗം. ഈ ഇരിക്കണ, ഞാൻ പിന്നെയും പറയാം, നമുക്ക് ഇനിയും കൂടി കൂട്ടിയിട്ടാട്ടോ, നമുക്കൊക്കെ എന്തുണ്ട്? മനോരോഗമുണ്ട്. ഇപ്പം പറഞ്ഞാൽ പറയാ, മാഷ് വന്നിട്ട് ഞങ്ങളൊക്കെ മനോരോഗികളാന്ന് പറഞ്ഞു. അങ്ങനല്ല, നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ട് ചെറിയ ചെറിയ മനോരോഗം. ഏതാന്ന് ഞാൻ പറയാം. ആദ്യത്തെ പറയുമ്പോൾ അത്ര നിങ്ങൾ സമ്മതിക്കും, തലയാവട്ടും. എന്താ അറിയോ? അസൂയ മാത്സര്യാദി അനുപമ മനോരോഗശമന പ്രവീണാം വാണിം സൽപ്രകര പരമാഹ്ലാദ ജനനീം. ഇതൊക്കെയാണ് മനോരോഗം. ഇത് അസൂയ. അസൂയ മനസ്സിലുണ്ടോ ചോദിച്ചപ്പോൾ തലയൊക്കെ ആട്ടും ഇല്ല, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ പറയും കുറച്ചൊക്കെ ഉണ്ട് കേട്ടോ അല്ലേ? മാത്സര്യാദ്. എന്താ മാത്സര്യം? മത്സരബുദ്ധി ഇല്ലേ? മത്സരബുദ്ധി ഉണ്ട് നമുക്ക് എല്ലായിടത്തും ഉണ്ട് മത്സരബുദ്ധി. ഇപ്പോൾ ഒന്നും വേണ്ട, സാത്വികമായ മത്സരബുദ്ധി. തൊഴാൻ നിൽക്കുമ്പോൾ ആദ്യം തൊഴണമെന്നൊരു മത്സരബുദ്ധി ഉണ്ടാവും ചിലപ്പോൾ അല്ലേ? ആരതി കഴിഞ്ഞാൽ ആദ്യം കർപ്പൂരം എനിക്ക്, ആദ്യം പ്രസാദം എനിക്ക്, സദ്യക്ക് പോകുമ്പോൾ ഉണഴിക്കാൻ പോകുമ്പോൾ ആദ്യം മുമ്പിൽ പോകേണ്ട ആള് ഞാൻ. ഇതൊരു മത്സരബുദ്ധിയല്ലേ? ഇപ്പോൾ നമുക്ക് മനോരോഗം ഉണ്ടോ ഇല്ലേ? എന്താ ചോദിക്കുന്നത്? ഉണ്ട്. എനിക്കും നിങ്ങൾക്കൊക്കെ ചെറിയൊരളവിൽ മനോരോഗമുണ്ട്. അപ്പോൾ ഈ മനോരോഗങ്ങൾ മാറ്റാനുള്ള മരുന്നാണ് എന്താണെന്നറിയോ? കർക്കിടകത്തിൽ നമ്മൾ രാമായണം. കഥ കേട്ട് രാമരാമെന്ന് മാത്രം പറഞ്ഞാൽ കൊണ്ട് ആയില്ല. അതിലെ കാര്യങ്ങൾ അങ്ങനെ വിവച്ഛേദിച്ച് അനുസന്ധാനം ചെയ്ത് നിധിധ്യാസനം ചെയ്ത് അതിനെങ്ങനെ വീണ്ടും 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 അല്ലേ അയവിറക്കി മനനം ചെയ്ത് നമ്മുടെ സ്വന്തമാക്കി മാറ്റുമ്പോൾ ഈ മനോരോഗങ്ങൾ കുറച്ചൊക്കെ മാറ്റം വരും. അസൂയ കുറച്ച് മുഴുവൻ പോയി കൊള്ളണമെന്നൊന്നുമില്ല, കുറച്ച് കുറയും അല്ലേ? മത്സരബുദ്ധി കുറച്ച് കുറയും. അടുത്തുള്ള രാമായണം കേൾക്കുമ്പോഴോ കുറച്ചുകൂടി കുറയും. അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു ഒരു ദിവസം ഇത്തരം മനോരോഗങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് ഇല്ലാണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ്, അതല്ലേ പറഞ്ഞില്ലേ, നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവതം താപത്രയോന്മൂലനം. നിർമ്മത്സരാണാം സദാം വേദ്യം. ഇതൊക്കെ വേദ്യമാകണമെങ്കിൽ, അറിയണമെങ്കിൽ ആദ്യം ഉണ്ടാവേണ്ടത് എന്താ? നിർമ്മത്സരാണ, മത്സര ബുദ്ധി നമുക്ക് ഉണ്ടാവരുത്. നല്ലോണം പഠിക്കണേ. രാമായണമൊക്കെ കേൾക്കാൻ വരുമ്പോൾ ഇതൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്. മാത്സര്യ ബുദ്ധി മനസ്സിൽ നിന്ന്, ഒന്നിനോട് മത്സരം വേണ്ട അല്ലേ? കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് എന്തിനു നാം വൃഥാ. ഇതിലും ലളിതമായിട്ട് എങ്ങനെയാ പറയുക? വൃഥാ, വെറുതെയാണ് ഈ മത്സരങ്ങൾ അല്ലേ? മുമ്പത്തെ കസേര തന്നെ ഇരിക്കണം. ഇവിടെ ഇരിക്കണവരോടല്ല കേട്ടോ, വേറെ സ്ഥലത്തെ കാര്യമാണ്. ഇവിടുത്തെ കടാമ്പുഴത്തെ കാര്യമല്ല. ആദ്യത്തെ കസേര എനിക്ക് ഇരിക്കണം, മുമ്പത്തെ വരിയിൽ തന്നെ ഇരിക്കണം അല്ലേ? അതൊക്കെ നമ്മുടെ ഉള്ളിൽ ചെറിയ ചെറിയ ചില, ഇവിടുത്തെ അല്ല കേട്ടോ, ഇവിടുത്തെ അമ്മമാരല്ല, വേറെ സ്ഥലത്തെ.
അപ്പോൾ ഇങ്ങനെയുള്ള മത്സര ബുദ്ധിയൊക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. പക്ഷെ അത് സാത്വികമാണ് അല്ലേ? എന്താ കാരണം? നല്ലോണം കേൾക്കണമല്ലോ, മുഴുവൻ ശ്രദ്ധിക്കാം. മാത്രമല്ല പുസ്തകം മേലെ വയ്ക്കും ചെയ്യാം. അങ്ങനെ സൗകര്യമുണ്ട് ഇവിടെ. ഞാൻ ശ്രദ്ധിച്ചു. ആ തട്ടുമ്പിൽ ബുക്ക് വെച്ചാൽ ഇത് മടിയിൽ ഇങ്ങനെ താങ്ങി വെക്കണം, സുഖമായിട്ട് മുമ്പിൽ വെക്കാം. ആട്ടെ. അപ്പോൾ ഇത്തരത്തിലുള്ള മനോരോഗങ്ങൾ മാറാൻ കൂടി വേണ്ടിയിട്ടാണ് രാമായണം. അപ്പം ഇന്നലെ ആചാര്യൻ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ വിഭീഷണന്റെ സ്തുതിയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? പറഞ്ഞിട്ടുണ്ടാവും തോന്നണം. ചിത്തേ വിഷയസുഖാശയില്ലേതുമേ തുൽപാദ പങ്കജ ഭക്തിരേ വസ്തുമേ. വിഭീഷണന്റെ സ്തുതിയിൽ അദ്ദേഹം പ്രാർത്ഥിക്കുക. നമ്മൾ നേരത്തെ പ്രാർത്ഥിച്ച അതേ വരി എന്താ പറഞ്ഞത്? ചിത്തേ വിഷയസുഖാശയില്ലേതുമേ തുൽപാദ പങ്കജ ഭക്തിരേവ അസ്തുമേ. എനിക്ക് വിഷയസുഖങ്ങളിൽ യാതൊരാഗ്രഹവും. പിന്നെയോ തുൽപാദ പങ്കജ ഭക്തിരേവ അസ്തുമേ. അവിടുത്തെ പാദങ്ങളിൽ ഭക്തി തന്നനുഗ്രഹിച്ചാലും. നേരത്തെ ചൊല്ലിയില്ലേ? ഭക്തിയെ തന്നാലും ഭക്തിയെ തന്നാലും ഭക്തി അതുമാത്രം തന്നാൽ മതി. ഭക്തി മാത്രം മതി. കാരുണ്യവാരീധേ 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 കാരുണ്യാബ്ധേ. അപ്പൊ അവിടുത്തെ പാദങ്ങളിൽ എന്നും 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 ഭവേ ഭവേ യഥാ ഭക്തി പാദയോസ്തവ ജായതേ തദാ കുരുഷ്വ ദേവേശ നാഥസ്ത്വം നോ യത പ്രഭോ. നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിം പരം. ശ്രീകൃഷ്ണ ദേവദേവേശ ശ്രീഹരേ പരമാത്മനെ ത്വദംഘ്രികമലേ നിത്യം ദേഹി മേ ഭക്തിം ഉത്തമാം. അവിടുത്തെ പാദങ്ങളിൽ എന്നെന്നും ഭക്തി ഭഗവാൻ അനുഗ്രഹിക്കുന്നുണ്ട് വിഭീഷണൻ. എന്താ പറഞ്ഞത്? അർക്കചന്ദ്രന്മാരും ആകാശഭൂമിയും മൽക്കഥയും ജഗത്തിങ്കലുള്ള നിവൻ വാഴ്ക. എത്ര 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 കാലം ഈ രാമകഥ രാമമന്ത്രം ലോകത്തുണ്ടോ അത്രയും കാലം അങ്ങ് ചിരഞ്ജീവിയിലെ. വിഭീഷണൊക്കെ ചിരഞ്ജീവിയായിട്ടാ പറയാ, അനുഗ്രഹിക്കുന്നുണ്ട്. എത്ര കാലം ഈ രാമായണം ഉണ്ടാവും? എന്താ നമുക്ക് തോന്നണത്? ഇപ്പം 2026 ആയല്ലോ. എത്ര കാലം കൂടിയൊക്കെ ഉണ്ടാവും ഈ രാമായണം? ആരും ഉണ്ടെന്ന് കേൾക്കാല്ല. ഇന്നും ഉണ്ടാവും അല്ലേ? ഇവിടെ പറയും, വാൽമീകി മഹർഷി തന്നെ പറയുന്നുണ്ട്, ആചന്ദ്രതാരകം എന്ന് പറഞ്ഞാൽ എത്ര 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 കാലം പർവ്വതങ്ങളുണ്ടോ, എത്ര 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 കാലം പുഴകളുണ്ടോ, എത്ര 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 കാലം കടലുകളുണ്ടോ, താവൽ രാമായണ കഥാലോകേഷു പ്രചരിഷ്യതി യാവൽ സ്ഥാസ്യന്തി ഗിരയഃ സരിതശ്ച മഹീതലേ താവൽ രാമായണ കഥാലോകേഷു പ്രചരിഷ്യതി. എന്താ പറഞ്ഞത്? യാവൽ സ്ഥാസ്യന്തി ഗിര യാവൽ ഗിരയഃ സ്ഥാസ്യന്തി. എത്ര എത്ര കാലം പർവ്വതങ്ങളുണ്ടോ. പിന്നെയോ സരിതശ്ച മഹീതലേ മഹീതലേ സരിതഹശ്ച. ഭൂമിയിൽ എത്ര കാലം പുഴകളും കടലും നദികളും ഒക്കെ ഉണ്ടോ. താവൽ രാമായണ കഥ. അതുവരെ രാമകഥ ഇവിടെ ഉണ്ടാവും. അതാണ് ഓരോ കൊല്ലം കഴിയും തോറും രാമായണത്തിന്റെ പ്രസക്തി സമൂഹത്തിൽ പ്രത്യേകിച്ചും കൂടി 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 വരുന്നു അല്ലേ? രാമായണത്തെ മാതൃകയാക്കിയുള്ള ജീവിതങ്ങൾ അല്ലെങ്കിൽ ജീവിക്കാൻ നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് വരുന്നു. അതിനുള്ളതാണ് ഈ വക സത്സംഗങ്ങൾ. കർക്കിടക മാസത്തിൽ കേരളത്തിൽ മിക്കവാറും തന്നെ പറയാം എല്ലാ ക്ഷേത്രങ്ങളിലും ഗൃഹസദസ്സുകളിലും സത്സംഗ വേദികളിലൊക്കെ രാമായണ സ്മരണ നടക്കുന്നുണ്ട്. ആ സത്സംഗം കൊണ്ടുണ്ടാകുന്ന ഗുണത്തിൻ്റെ ഒരു മാതൃകയാണ് ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്ന ശുഗന്റെ കഥ അല്ലേ? രാവണന്റെ ചാരനായിട്ടാണ് ശുഗൻ എവിടെ എത്തണത്? ഈ വാനരന്മാരുടെ ഇടയിൽ എത്തണത്. ചടി പിടിച്ചു വാനരന്മാർ. ഇന്നലെ പറഞ്ഞു നിർത്തിയ കഥ അതാവും. അതുവരെയാണ് ഇന്നലത്തെ ആചാര്യന് കൊടുത്തിട്ടുള്ള വിഷയം.
ആ ശുഗൻ വന്ന് രാവണചാരനായിട്ട് രാവണദൂതനായിട്ട് ഇവിടെ വന്ന് വാനരന്മാരുടെ അടുത്ത് വരികയും വാനരന്മാരൊക്കെ ശുഗനെ പിടിച്ച് തടവിലിട്ടു. ശുഗബന്ധനം അവിടെ പിടിച്ചിട്ടു. ശ്രീരാമചന്ദ്രസ്വാമിയുടെ മുമ്പിലേക്ക് കൊണ്ടുചെന്നു. രാമ രാമ പ്രഭോ കാരുണ്യവാരിധേ രാമനാഥ പരിത്രാഹി രഘുപതേ. ശുഗന്റെ കരച്ചില് ആ സമയത്ത് ശ്രീരാമചന്ദ്രസ്വാമി പറയണു, ഏയ് ഇങ്ങനെ അധർമ്മം നമ്മളായിട്ട് ചെയ്യാൻ പാടില്ല. ഒന്നാമത് ദൂതരെ കൊല്ലുമാറില്ലാരുമേ. ദൂതന്മാരെ കൊല്ലാനൊന്നും പാടില്ല. അതുകൊണ്ട് എന്ത് വേണം? അവരെ ബന്ധനസ്ഥനാക്കിക്കോളൂ, പക്ഷേ ഉപദ്രവിക്കരുത്. ഇനി നമ്മൾ കഥയുടെ അവസാനം നാളേക്ക് എത്തുമ്പോഴേക്കും നമ്മൾ കാണും. ഇന്ന് പിടിച്ചു വെച്ചിട്ടുള്ള ഈ ശുഗനെ, ഞാൻ നാളത്തെ കഥ അഡ്വാൻസ് പറയാട്ടോ. ഇന്ന് ബന്ധിച്ചു വെച്ചിട്ടുള്ള ശുഗനെ സമുദ്രത്തിലെ ഈ ലംഘനമൊക്കെ കഴിഞ്ഞ് സേതുബന്ധനമൊക്കെ കഴിഞ്ഞ് അവിടെ എത്തുമ്പോൾ ശ്രീരാമചന്ദ്രസ്വാമി ഈ ശുഗനെ മോചിപ്പിക്കും. ഈ ശുഗൻ രാവണന്റെ അടുത്ത് എത്തും. ഇപ്പൊ രാവണനോട് ശരിക്കും രാവണൻ ശുഗനെ പറഞ്ഞയച്ചത് എന്തിനാ? രാമ സൈന്യത്തിലെ കാര്യങ്ങളൊക്കെ അറിയാനാ. ഇവിടുന്ന് പോയ ആളായിട്ടല്ല ശുഗൻ. ശുഗൻ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുമെന്ന് അറിയോ? രാവണൻ എങ്ങനെ ഉപദേശിക്കും. ശ്രദ്ധിക്കണേ, രാവണന്റെ ഭൃത്യനായി ചാരനായി പോയ ആള് രാവണനെ ഉപദേശിക്കും. രാവണൻ പറയുന്നുണ്ട്, ഓ നീ വലിയ പണ്ഡിതനെ പോലെ ഇപ്പൊ എന്നെ ഉപദേശിക്കുന്നുണ്ട്, മിണ്ടാണ്ടിരുന്നില്ലെങ്കിൽ ചന്ദ്രഹാസം കൊണ്ടിരുന്നത് തല ഇപ്പൊ അരിഞ്ഞിടും. അപ്പൊ ഈ ഒരു മാറ്റം 5 ദിവസം കൊണ്ടുണ്ടായ മാറ്റം നോക്കണേ. രാവണഭൃത്യനായ രാവണചാരനായ രാവണദൂതനായിരിക്കണ അസുരനായിരിക്കണ ഈ ശുഗൻ രാമലക്ഷ്മണന്മാരോടും ആഞ്ജനേയസ്വാമിയുടെ ഒപ്പം ഒരു 4-5 ദിവസം താമസിച്ചു. അപ്പോഴേക്കും എന്ത് വന്നു? ആ സത്സംഗം കൊണ്ട് അയാളുടെ സ്വഭാവമൊക്കെ മാറി. രാവണപക്ഷത്ത് നിന്ന് വന്ന ആള് രാമപക്ഷപാതിയായിട്ട് മാറി. എന്ന് പറഞ്ഞാൽ അധർമ്മത്തിൽ നിന്നും അദ്ദേഹം ധർമ്മത്തിന്റെ പാതയിലേക്ക് വരുന്നതിന് കാരണമായതെന്താ? സത്സംഗം. ഇതാണ് സത്സംഗത്തിന് മഹത്വം. അത്രയുണ്ട്. സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം, നിർമോഹത്വേ നിശ്ചലാ തത്വം, നിശ്ചല തത്വേ ജീവൻ മുക്തി. നോക്കൂ, അപ്പോൾ മോക്ഷത്തിലേക്ക് എത്താനുള്ള ആദ്യപടിയാണ് സത്സംഗം. അവിടെ എന്ത് നടക്കും? ശ്രവണം നടക്കും, കീർത്തനം നടക്കും, സ്മരണം നടക്കും. അല്ലേ? ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സത്സംഗമാണ്. ഇവിടെ എന്തൊക്കെ നടക്കണു? കുറെ നമ്മൾ കേൾക്കണു, കുറെ ഞാനും പാടും, നിന്റെ കൂടെ നിങ്ങളും നാമം ജപിക്കണു. ഇനി ഇത് കഴിഞ്ഞു പോയിട്ടൊരു പണിയുണ്ട്, ഊണ് കഴിക്കലല്ല. പിന്നെയോ ഇന്ന് കേട്ടതൊക്കെ ഓർമ്മിക്കുക. വൈകുന്നേരം കിടക്കുമ്പോൾ ഇന്നിപ്പോൾ അദ്ദേഹം എന്തൊക്കെയാണ് പറഞ്ഞത്, അതിനെയാണ് മനനം എന്ന് പറയുക. പശുക്കൾ അയവെട്ടണ പോലെ എന്ന പശുക്കൾ എന്താ ചെയ്യുക? നല്ല പുല്ല് വേഗം 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 കാർന്ന് തിന്നും. എന്നിട്ട് എന്താ ചെയ്യാന്നറിയോ? സ്വസ്ഥമായിട്ട് ഒരു ഭാഗത്ത് പോയിട്ട് കിടക്കും. എന്നിട്ട് എന്താ ചെയ്യുക? നേരത്തെ വിഴുങ്ങിയ പുല്ലിനെ വീണ്ടും വായിലേക്ക് കൊണ്ടുവരും. എന്നിട്ടോ അതെങ്ങനെ ചവച്ചരച്ച് പതുക്കെ അതിനെ രസിപ്പിച്ച്, ഈ അയവെട്ടലാണ് വേണ്ടത് എന്നാ ഇപ്പോഴും ഉണ്ട് കേട്ടോ. ക്ലാസ്സിൽ പോയ കുട്ടികളൊക്കെ അയവെട്ടിക്കൊണ്ടിരിക്കുന്നത് കാണാം. ചൂയിങ്കം എന്ന് പറഞ്ഞൊരു സാധനം ഉള്ളത് വായല്ലേ. അപ്പൊ പിന്നെ അതിട്ടിട്ട് ഇങ്ങനെ കുറെ നേരം. അപ്പം ഞാൻ വിചാരിച്ചു ഇവർ മനനം ചെയ്യാവും. എന്താ ക്ലാസ് പഠിപ്പിച്ച മലയാളമൊക്കെ ഇവർ ഇങ്ങനെ പഠിക്കുന്നുണ്ടാവും. അപ്പം എന്താ നല്ല ചവയ്ക്കല, രാവിലെ ഇട്ട ചൂയിങ്കം അങ്ങനെ ചവച്ച് അല്ലേ. അപ്പം ചൂയിങ്കം ചവയ്ക്കണത് പോലെ എന്ത് ചവയ്ക്കണം? തത്വങ്ങളെ ചവയ്ക്കുക, ചവച്ചിറക്കുക, ആസ്വദിക്കുക. നോക്കൂ, അപ്പം ഇതാണ് വേണ്ടത് എന്നാ. ഇവിടെ തിരിച്ചു വരാം. ഈ ശുഗനെയൊക്കെ ബന്ധനസ്ഥനാക്കി ഇനിയിപ്പോൾ എന്ത് വേണം? കടലപ്പുറത്തേക്ക് എത്തണം. നമ്മളിപ്പോൾ കഥയിലേക്ക് എത്തിട്ടോ. ഇന്നത്തെ വിഷയത്തിലേക്ക് ഇപ്പം എത്തിയിട്ടേ ഉള്ളൂ. സേതുബന്ധനം ഇതാണ് ഇപ്പം നമുക്ക് തുടങ്ങാനുള്ളത്. 100 യോജന വിസ്തൃതിയിലാണ് ഈ കടൽ ഇങ്ങനെ പരന്ന് കിടക്കണം. ഇതിൻ്റെ അപ്പുറത്തേക്ക് എത്തണം. തൊട്ടു മുമ്പ് ഒരാൾ വളരെ ലളിതമായിട്ട് അപ്പുറത്തേക്ക് പോയിട്ടുണ്ട് അല്ലേ. ആരാ പോയത്? അയ്യോ, ആരാ ഈ കടൽ അങ്ങോട്ട് ചാടി കടന്നതെന്ന്? ആഞ്ജനേയസ്വാമി അല്ലേ. അദ്ദേഹം ഈ 100 യോജന കടൽ എങ്ങനെ ചാടും എന്ന് പറഞ്ഞിട്ട് ഒരു ചർച്ചയൊക്കെ വന്നു അല്ലേ. ഇങ്ങനെ അങ്ങോട്ട് ചാടുക, ആര് ചാടും? ഓരോരുത്തരും ഓരോ അഭിപ്രായം പറഞ്ഞു. ഒരു വാനരൻ പറഞ്ഞു, ഞാൻ 10 ചാടാ. വല്ല കാര്യമുണ്ടോ? 10 ചാടിയാലോ? പിന്നെ കടലിലാവും സംസ്കാരം, അവിടെ കിടക്കും. ഒരുത്തൻ 20, 30, 40, 50
വേറൊരുത്തൻ പറഞ്ഞു, അതെ ഈ 100 ആവുകൊണ്ടാ കുഴപ്പം, ഞാൻ ചാടിയാൽ ചുരുങ്ങിയതൊരു 500 കഴിഞ്ഞിട്ടേ എനിക്ക് ബ്രേക്ക് ഇടാൻ പറ്റുള്ളൂ, 500 യോജന അപ്പുറം, അപ്പം ലംഘ്യം കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് പോകും, അതുകൊണ്ടാണ് ഞാൻ ചാടാത്തത് ഒരുത്തൻ. വേറൊരുത്തൻ പറഞ്ഞു, അതെ എനിക്ക് മരിക്കുമ്പോൾ നല്ല വെള്ളം കുടിച്ച് മരിക്കണം എന്നുണ്ട്, അപ്പോൾ ഇവിടുന്ന് ചാടിയാൽ കടലിൽ ചാടും, ഈ ഉപ്പ് വെള്ളം കുടിച്ചിട്ടാവും മരിക്കേണ്ടി വരിക, അതുകൊണ്ടാണ് ഞാൻ ചാടാത്തത്. ഇതൊക്കെ കേട്ടപ്പോൾ അങ്കദൻ പറഞ്ഞു, എന്താ അങ്കദൻ പറഞ്ഞത്? അങ്ങോട്ട് ഞാൻ ചാടാം എന്നിട്ടോ, ഇങ്ങോട്ട് വരണമെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഇവിടുന്ന് അങ്ങോട്ട് വരേണ്ടി വരും, അങ്ങനെ പറ്റുമോ? അങ്കദൻ അങ്ങോട്ട് ചാടുക, എന്നിട്ട് അങ്കദനെ കൊല്ലാൻ ബാക്കിയുള്ളവർ അതൊന്നും പറ്റില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അപ്പോഴാണ് ജാമ്പവാൻ പറഞ്ഞത്, നമ്മുടെ കൂട്ടത്തിൽ ഒരുത്തുണ്ട് അല്ലേ, മണ്ടാണ്ട കണ്ടിരിക്കുകയാണ്. തുടുത്തു നിൽക്കും പഴമെന്നു തോന്നി ഉദിച്ചു പൊങ്ങും രവിയെ പിടിക്കാൻ കുതിച്ചു ചാടി ഒരു നാൾ ഒരുത്തൻ. ജനിച്ച് 5 ദിവസമായിട്ടേ ഉള്ളൂ അത്രേ, ജനിച്ചിട്ട് 5 ദിവസം. അഞ്ജനാദേവിയുടെ മടിയിൽ ആ അമ്മിഞ്ഞപ്പാലും കുടിച്ചിങ്ങനെ കടക്കണു ആഞ്ജനേയൻ ഹനുമാൻ. പാല് കുടിച്ചിട്ട് മതിയാവിടെ നല്ല വേശിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ നോക്കി മറന്ന് കിടക്കില്ല, നോക്കുമ്പോണ്ട് സൂര്യഭഗവാൻ ഇങ്ങനെ ഉദിച്ചു വരണു. സൂര്യഭഗവാൻ ഉദിച്ചു വരുന്ന കണ്ടിട്ടുണ്ടോ? കാണണമെങ്കിൽ 6 മണിക്ക് മുമ്പ് നീക്കണം എന്നാ കാണാം. 8 മണിക്ക് നീച്ചിട്ടേ സൂര്യഭഗവാനെ കാണട്ടെ, പറ്റില്ല, രാവിലെ നേരത്തെ നീച്ചാൽ കാണാം. അപ്പൊ സൂര്യഭഗവാൻ ഉദിച്ചു വരുമ്പോ ചുവന്ന് തുടുത്ത നിറത്തോടുകൂടി, ഇപ്പൊ നമുക്ക് സൂര്യഭഗവാനെ നോക്കാൻ കഴിയില്ല ഉച്ച സമയത്ത്, കണ്ണിലെ പ്രകാശം അല്ലേ, എന്നാൽ ഉദയസൂര്യന് ചുവപ്പാ നിറം. ആ ചുവപ്പ് നിറത്തോടു കൂടി സൂര്യഭഗവാൻ ഉദിച്ചു വരുമ്പോ തുടുത്തു നിൽക്കും പഴം എന്നു തോന്നി ഉദിച്ചു പൊങ്ങും രവിയെ പിടിക്കാൻ കുതിച്ചു ചാടി ഒരു നാളൊരുത്തൻ. പറയാ, ഈ സൂര്യ ഉദിച്ചു വന്നപ്പോൾ അത് പഴാന്ന് വിചാരിച്ചിട്ട് ഒരുത്തൻ അമ്മയുടെ മടിയിൽ നിന്ന് ഒരു ചാട്ടം ചാടിയിട്ടുണ്ട്. എത്ര ദൂരാന്നറിയോ? 500 യോജന. നോക്കണേ, അത് നേരെ കുത്തനെ. ഇങ്ങനെ ചാടണേക്കാൾ പ്രയാസമാണ് മേലേക്ക് ചാടാൻ. അങ്ങനെ മേലെ ചാടി ഒരുത്തൻ ഇവിടെ ഉണ്ട്. ഇതൊക്കെ കേട്ടപ്പോഴാണ് ആഞ്ജനേയ സ്വാമി ഇതി പവന തനയനുര ചെയ്തിത് വാലും നിജമേറ്റമുയർത്തി പരത്തി കരങ്ങളും വിപുലതരകള തലവുമാർജവമാക്കി നിന്ന് ആകുഞ്ചിതാംഗ്രിയായൂർധ്വനയനായി ദശവദനപുരിയിൽ നിജ ഹൃദയവും ഉറപ്പിച്ച് ദക്ഷിണ ദിക്കുമാലോക്യ ചാടിയിടിനാൻ. എന്താ പോക്കൊക്കെ, മനസ്സിൽ തന്നെ കാണുക രംഗം. ഇതി പവന തനയനുര ചെയ്തിത് വാലും നിജമേറ്റം ഉയർത്തി. ആ വാലിങ്ങനെ ഉയർത്തി പിടിച്ചു. നമ്മൾ കണ്ടില്ലേ? അപ്പോ വാനരന്മാർക്ക് വാൽമേൽ ശൗര്യമാകുന്നു. വാനരന്മാരുടെ ശൗര്യം എവിടെ നോക്കിയാൽ കാണാം. വാലിങ്ങനെ ഉയർത്തിപ്പിടിച്ചതിന്റെ അർത്ഥം നല്ല ശൗര്യത്തിലാന്ന. വാനരന്മാർക്ക് മാത്രമല്ല, ഒരുവിധം മൃഗങ്ങളൊക്കെ അങ്ങനെയാണ്. ഇപ്പൊ 2 പട്ടികൾ കടിപിടി കൂടുകയാണ് വിചാരിച്ചോളൂ. തോറ്റ പട്ടി ഏതാ ജയിച്ച പട്ടി ഏതാന്ന് എങ്ങനെ അറിയാന്ന് അറിയൊരു സൂത്രമുണ്ട്. ആ പിരിഞ്ഞു പോകുന്ന ഏത് പട്ടിയാണോ വാല് താഴ്ത്തി പോണത് അയാൾ തോറ്റു, വാല് ഉയർത്തി നിൽക്കണ പട്ടി ജയിച്ചു. ഇനി എവിടെയെങ്കിലും പട്ടികൾ അടിപിടി കൂടുമ്പോൾ അടുത്തേക്ക് പോകണ്ട, ദൂരത്തു നിന്ന് നോക്കുക ഏത് പട്ടിയുടെ വാലാ അപ്പോൾ താഴണത്, ഏത് പട്ടിയുടെ വാലാണ് പൊന്തണത്. വാല് പൊന്തിച്ചാൽ അയാൾ ജയിച്ചു എന്നാ. പൂച്ചകളെ നോക്കിയാലും മതി, അത്ര ഉപദ്രവമില്ല. പട്ടികൾ അത്ര ഉപദ്രവം ഉണ്ടാവില്ല അല്ലെ. പൂച്ചകളും അങ്ങനെ തന്നെയാണ്. തോറ്റ പൂച്ച വാല് താഴ്ത്തും, ജയിച്ച പൂച്ച കുടിമരം പോലെയാണ് ആഞ്ജനേയ സ്വാമിയുടെ വാല് ഉയർന്നു നിൽക്കുക എന്നാ പറയുക. ഇതി പവന തനയനുര ചെയ്തിത വാലും നിജമേറ്റം ഉയർത്തി പരത്തി കരങ്ങളും വിപുലതരകള തലവുമാർജവമാക്കി നിന്ന് ആകുഞ്ചിതാംഘ്രിയായി ഊർധ്വനയനായി ദശവദനപുരിയിൽ നിജ ഹൃദയവും ഉറപ്പിച്ച് ദക്ഷിണ ദിക്കുമാലോക്യ ചാടിയുടെ ഒറ്റ ചാട്ടാ. പക്ഷെ അവിടെ അദ്ദേഹം പറയണ 1-2 വരിയുണ്ട്. പ്രണത ബഹുജന ജനന മരണഹര നാമകം പ്രാണപ്രയാണകാലേ നിരൂപിപ്പവൻ ജനിമൃതി ജലധിയെ വിരവൊടു കടക്കുവ ജന്മനാക്കിം പുനഃതസ്യ ദൂതോസ്മ്യഹം. എന്താ പറഞ്ഞത് അല്ലേ? സകല ശുഗകുല വിമല തിളകിത കളേബരേ സാരസ്യ പീയൂഷ സാര സർവസ്വമേ. ആ സുന്ദരകാന്ഡം അങ്ങനെ തുടങ്ങിയിട്ട്
ലവണജലനിധി ശതകയോജനാ വിസ്തൃതം ലംഘിച്ച് ലങ്കയിൽ ചെല്ലുവാൻ മാരുതി മനുജ പരിവൃഢ നളനയുഗളം മുതാ മാനസേ ചിന്തിച്ച് ഉറപ്പിച്ച് നോക്കൂ, വെറുതെ അങ്ങോട്ട് ചാടുന്നല്ല. ശ്രീരാമചന്ദ്രസ്വാമിയുടെ പാദങ്ങൾ മാനസേ ചിന്തിച്ചുറപ്പിച്ചു നിശ്ചലം, എന്നിട്ടാ ചാടണത്. എന്നിട്ട് ഒപ്പമുള്ളവരോട് പറഞ്ഞു, നിങ്ങൾ ആരും വിഷമിക്കേണ്ട കേട്ടോ. ഞാൻ ചെന്നിട്ടേ കൂടത്രയത്തോടു ലങ്കാപുരത്തെയും ഞാൻ ആ ലങ്കനെ അങ്ങോട്ട് പുഴക്കിയെടുക്കാം. എന്നിട്ട് രാവണനൊക്കെ പിടിച്ച് കെട്ടി സീതാദേവിയോട് കൂടിയിട്ട് ശ്രീരാമചന്ദ്രസ്വാമിയുടെ മുമ്പിൽ സമർപ്പിക്കാം. അപ്പൊ നമുക്ക് തോന്നും, ഇത്ര അഹങ്കാരിയാണോ ഹനുമാൻ? എന്നിട്ട് ഹനുമാൻ പറഞ്ഞു, ഒക്കെ എനിക്ക് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണെന്നറിയോ? രാമാംഗുലീയമൻ കയ്യിലുണ്ടാകയാൽ. എൻ്റെ ശക്തി എന്താ? ശ്രീരാമചന്ദ്രസ്വാമി എനിക്ക് തന്ന ആ മുദ്രമോതിരം എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ എനിക്ക് സാധിക്കും. രാമനാമം എൻ്റെ നാവിലും രാമരൂപം എൻ്റെ നെഞ്ചിലും രാമമുദ്ര എൻ്റെ കരത്തിലും ഉണ്ടെങ്കിൽ ഇതൊക്കെ എനിക്ക് എത്ര നിസാരം. ജനിമൃതി ജലതിയ വിരവൊട്ടു കടക്കുവജന്മനാക്കിം പുനഃതസ്യ ദൂതോസ്മ്യഹം. രാമഭക്തന്മാര് രാമമന്ത്രം ജപിച്ച് ജനന മരണമാകുന്ന കടലിനെ, അതാണ് മോക്ഷം എന്ന് പറയാ അല്ലേ? പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനീ ജഠരേ ശയനം. ഈ ജനന മരണങ്ങളാകുന്ന ആവർത്തന ചക്രത്തിനെ, സംസാര സാഗരത്തിന്റെ മറുകരയിലേക്ക് രാമഭക്തന് രാമനാമം ജപിച്ച് ചാടാൻ കഴിയും എന്ന് പറയുന്നു. അപ്പൊ നമുക്കൊരു ചോദ്യം, അങ്ങനെയാണെങ്കിൽ ശ്രീരാമ മന്ത്രത്തിന് ഇത്രയൊക്കെ ശക്തി ഉണ്ടെങ്കിൽ പിന്നെ ശ്രീരാമചന്ദ്രസ്വാമി എന്തിനാണ് ഇത്ര വിഷമിച്ചിട്ട് എങ്ങനെയപ്പോ ഈ 100 യോജന അക്കരെ കടക്കുക എന്ന് ആലോചിക്കണത്? നോക്കണേ, സ്വാഭാവികമായിട്ടൊരു സംശയം വരില്ലേ? രാമശക്തി കൊണ്ടാണ്, രാമമന്ത്രത്തിന്റെ മഹത്വം കൊണ്ടാണ് ഹനുമാന് 100 യോജന ചാടാൻ കഴിഞ്ഞതെങ്കിൽ ശ്രീരാമചന്ദ്രസ്വാമിക്ക് ഒരു നിമിഷം കൊണ്ട് തന്റെ സൈന്യത്തോടൊപ്പം ഒറ്റ ചാട്ടത്തിന് അക്കരെ എത്തിക്കൂടെ? ഇവിടെയാണ് പ്രത്യേകത. നേരത്തെ പറഞ്ഞില്ലേ, കൃഷ്ണാവതാരം പ്രേമാവതാരമാണെങ്കിൽ രാമാവതാരം ധർമാവതാരമാണ്. ഈ രാമചന്ദ്രസ്വാമിയെ അവതരിപ്പിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? നരനായിട്ടാ, മനുഷ്യനായിട്ടാ. കോന്വസ്മിൻ സാമ്പ്രതം ലോകേ ഗുണവാൻ കശ്ച വീര്യവാൻ. ഒരു മനുഷ്യനാവണമെങ്കിലേ, ഇപ്പൊ നമ്മളൊക്കെ കണ്ട മനുഷ്യന്മാരാണല്ലോ വെപ്പ് അല്ലേ? നല്ല കണ്ണ്, മൂക്ക്, ചെവി ഒക്കെ ഉണ്ടോ നമുക്ക്? നല്ല സുന്ദരന്മാര് സുന്ദരികളാണ് നമ്മളൊക്കെ. അതിലും ഞാൻ എന്നെ കൂട്ടിയിട്ടുണ്ടേ. നിങ്ങളല്ല, നമ്മൾ, ഞാൻ ഉൾപ്പെടെ നമ്മളൊക്കെ നല്ല സുന്ദരന്മാരും സുന്ദരിമാരുമാണ്. മനുഷ്യന്മാരാണ് കാഴ്ചയിൽ. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളാരും മനുഷ്യരല്ല എന്നാ. അപ്പൊ നിങ്ങൾ എന്നോട് തർക്കിക്കും, പിന്നെ ഞങ്ങളൊക്കെ നല്ല മനുഷ്യന്മാരാണ് അല്ലേ? പക്ഷെ ഇനി ഞാൻ പറഞ്ഞ് കേൾക്കുമ്പോൾ നിങ്ങൾ പറയും, ശരിയാട്ടോ, ഞങ്ങളാരും മനുഷ്യന്മാരല്ല. എന്താ കാരണം? ഒരു മനുഷ്യനാകണമെങ്കിൽ 66 ഗുണങ്ങൾ വേണം എന്നാ. നല്ല ശ്രദ്ധിക്കണേ, 66 ഗുണം വേണം. ഇന്ന് വീട്ടിൽ പോയിട്ട് ഒരു പേപ്പർ എടുക്കുക, പെണ്ണെടുക്കുക, എന്നിട്ട് എന്താ ചെയ്യാന്നറിയോ? തലക്കെട്ട് എഴുതുക, ഗുണങ്ങൾ. ആരുടെ? എൻ്റെ ഗുണങ്ങൾ. എന്നിട്ട് എഴുതുക 1. കുറെ ആലോചിക്കണം, എന്നാ ഒന്നൊക്കെ കിട്ടും. എന്തെങ്കിലും ഗുണമുണ്ടോന്ന്. അപ്പോൾ ഒരു ഗുണം എഴുതി. പിന്നെയും കുറെ ആലോചിച്ചാൽ രണ്ടാമത്തെ, അങ്ങനെ ചിലപ്പോൾ ഒരു 4-5 ഗുണങ്ങളൊക്കെ കിട്ടിയെന്ന് വരും. ഞാൻ കടലാസിൽ മറയ്ക്കുക, എന്നിട്ട് അപ്പുറത്ത് എഴുതുക എൻ്റെ ദോഷങ്ങൾ. എന്നിട്ട് അങ്ങോട്ട് എഴുതി തുടങ്ങുക. ഒന്നും കിട്ടില്ല, ഒന്നും എഴുതാണ്ടാവില്ല. അതാണ് നമ്മുടെ പ്രശ്നം. എന്താ? നമ്മുടെ ദോഷങ്ങളെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്താൽ മതി അറിയോ? ആ കടലാസ് നേരെ അടുത്ത വീട്ടിലേക്ക് പോവുക. എന്നിട്ട് അവിടുത്തെ ആൾക്കാരെ വിളിക്കുക, പറയാതെ ഒരു അസൈൻമെന്റ് തരാനാണ്, ഒരു ഹോംവർക്ക്. എന്താ അത്? എന്നെക്കുറിച്ച് നിങ്ങൾ കണ്ട ദോഷങ്ങൾ ഇതിലൊന്ന് എഴുതി തരണം. അയൽവാസികൾ 2-3 വീട്ടിൽ ഇതിനെ കൊണ്ടേ കൊടുത്താൽ മതി. നാളേക്ക് അവർ പറയും, ആ തന്ന കടലാസ് പോരാഞ്ഞിട്ട് ഞങ്ങൾ വേറെ കടലാസും കൂടി വാങ്ങി തുന്നി കെട്ടിയിട്ട് ഒരു ബുക്കാക്കിയിട്ട് തരാം. എന്താ? അത്ര ദോഷം അവർ കണ്ടിട്ടുണ്ടോ അല്ലേ? അത് നമ്മുടെയൊക്കെ ഒരു അവസ്ഥയാണ്. നമ്മുടെ ഗുണങ്ങളെക്കുറിച്ച് നമുക്കറിയാം, നമ്മുടെ ദോഷങ്ങളെക്കുറിച്ച് അറിയില്ല. അങ്ങനെയല്ല വേണ്ടത്, തിരിച്ചാ വേണ്ടത് അല്ലേ? നമ്മുടെ ഗുണങ്ങൾ ആര് പറയണം? മറ്റുള്ളവർ പറയണം. നമ്മുടെ ദോഷം ആരറിയണം? നമ്മളറിയണം. അപ്പൊ ഇവിടെ 66 ഗുണങ്ങളുള്ള ആളെയാണ് മനുഷ്യൻ എന്ന് പറയാ. ഇവിടെയാണ് വാൽമീകിയും നാരദ മഹർഷിയും കൂടി ചെറിയൊരു സംഭാഷണം ഉണ്ടാവുന്നുണ്ട്.
അവിടെ വാൽമീകി ചോദിക്കും, ഈ 66 ഗുണമുള്ളൊരു മനുഷ്യനൊക്കെ ലോകത്ത് ഉണ്ടാവൂ? ഇതൊക്കെ അങ്ങനെ പറയാന്നല്ല, ആർക്കായി 66 ഗുണമൊക്കെ ഉണ്ടാവുക? അപ്പൊ നാരദ മഹർഷി പറയും, വാൽമീകി മഹർഷി അങ്ങയുടെ ചോദ്യവും സംശയമൊക്കെ വളരെ ന്യായമാണ്. പ്രയാസമാണ് എന്ത് 66 ഗുണമുള്ള ഒരാളുണ്ടാകും. പക്ഷെ അങ്ങനെ ഒരാളുണ്ടായിട്ടുണ്ട്. ഇതുവരെ അങ്ങനെ ഒരാളെ ഉണ്ടായിട്ടുള്ളൂ. ഇനി അങ്ങനെ ഒരാൾ ഉണ്ടാവോ അറിയില്ല. അപ്പൊ ചോദിച്ചു, ആരാള്? ഇക്ഷ്വാകുവംശപ്രഭവോ രാമോ നാമജനൈശ്രുത നിയതാത്മാ മഹാവീര്യോ ദ്യുതിമാൻ ധൃതിമാൻ വശീ. പറഞ്ഞു കൊടുക്കുക, ഇക്ഷ്വാകുവിന്റെ വംശത്തിൽ പിറന്ന ഒരാളുണ്ട്. ഇക്ഷ്വാകുവംശപ്രഭവോ, പേരെന്താ ചോദിച്ചാൽ ജനൈ രാമ ഇതി ശ്രുത. ജനങ്ങളൊക്കെ അദ്ദേഹത്തെ രാമൻ എന്നാണ് വിളിക്കണത്. രാമോ നാമ ജനൈ ശ്രുത. അങ്ങനെ ശ്രീരാമൻ എന്ന പേരായി ഇക്ഷ്വാകുവിന്റെ വംശത്തിൽ ദശരഥപുത്രനായിട്ട് ഒരു മനുഷ്യൻ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹമാണ് മനുഷ്യൻ. നോക്കണേ, ഇവിടെ ആഞ്ജനേയസ്വാമി ഒരിക്കൽ പറയുന്നുണ്ട്, ഈ രാമാവതാരം എന്തിനാണെന്നറിയോ? രാമാവതാരം, കൃഷ്ണാവതാരം എന്തിനാ? ഞാൻ അത് ചോദിക്കട്ടെ, കൃഷ്ണാവതാരം എന്തിനാ? ഒറ്റ വാക്ക് പറയും, സർവഭൂത മനോഹരം. എല്ലാവരെയും ആനന്ദിപ്പിച്ച് അവർക്കൊക്കെ മോക്ഷം കൊടുക്കാനാണ് കൃഷ്ണാവതാരം. കൃഷ്ണാവതാരത്തിൽ ഭഗവാനെ സമീപിച്ചവർക്കൊക്കെ മോക്ഷമാണ്, അല്ലേ? അത് സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ആരാധനയോടും കൂടി സമീപിച്ചവർക്ക് മാത്രമല്ല, കൊല്ലാൻ വന്നവർക്കും മോക്ഷം. പൂതനയാണ് ആദ്യം വന്ന ആള്, അല്ലേ? പൂതനയ്ക്ക് മോക്ഷം, ശകടാസുരന് മോക്ഷം, ദൃഢാവർത്തന് മോക്ഷം. നോക്കൂ, ആര് വന്നാലും മോക്ഷം. വൃന്ദാവനത്തിലെ പുല്ലുകൾക്കും പുഴുക്കൾക്കും പറവകൾക്കും പൂക്കൾക്കും വരെ മോക്ഷം. അപ്പൊ എല്ലാവരെയും ആനന്ദിപ്പിച്ച് അവർക്കൊക്കെ മോക്ഷം കൊടുക്കാനാണ് കൃഷ്ണാവതാരമെങ്കിൽ രാമാവതാരം എന്തിനാണെന്നറിയോ? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മർത്യാവതാരസ്തിഹ മർത്യശിക്ഷണം. ഹനുമാൻ സ്വാമി പറഞ്ഞ വരിക, മർത്യന്മാരെ ശിക്ഷിക്കുക പറഞ്ഞാൽ പഠിപ്പിക്കുക, അല്ലേ? എന്ത്? എങ്ങനെ നല്ല ഒരു മനുഷ്യനാകണമെന്ന് മനുഷ്യന്മാരെ പഠിപ്പിക്കാനായി വന്ന മനുഷ്യാവതാരമാണ് ശ്രീരാമചന്ദ്രസ്വാമി. ശ്രദ്ധിക്കണേ, മനുഷ്യനായി ജീവിക്കുക വലിയൊരു കാര്യമാണത്. ആ ജീവിക്കുമ്പോൾ ഈ നേരത്തെ പറഞ്ഞ ധാർമ്മികതയും സത്യത്തെയും ന്യായത്തെയും ശൗചത്തെയും ദയയെയും കാരുണ്യത്തെയും സഹാനുഭൂതിയെയും ഒക്കെ പിന്തുടരുമ്പോൾ വന്നു ചേരാവുന്ന കുറേ വിപത്തുകളുണ്ട്, പ്രയാസങ്ങളുണ്ട്, അല്ലേ? പറയും ക്ഷുരസ്യധാര എന്ന് പറഞ്ഞാൽ, ക്ഷുരകൻ എന്ന് പറഞ്ഞാലോ പഴയ കാലത്തൊക്കെ, അല്ലേ? ഈ മുടി മുറിക്കാനും ഷേവ് ചെയ്യാനും ഒക്കെ വേണ്ടി വരുന്ന ആൾക്കാരാണ് ക്ഷുരകന്മാരെ എന്നാ പറയുക, ഇന്നത്തെ ബ്യൂട്ടി പാർലർ പോലെ. അപ്പോൾ അവരുടെ കത്തി എങ്ങനെ വേണം? നല്ല മൂർച്ച വേണം, അല്ലേ? മൂർച്ചയില്ലാത്ത കത്തി കൊണ്ട് തലമുടി വെട്ടുക ഒക്കെ താടിയൊക്കെ വെട്ടിയാൽ ആകെ മുറിയാവും. അപ്പൊ അവരെന്ത് ചെയ്യും? എല്ലാ ദിവസവും ഇത് നന്നായിട്ട് ഇങ്ങനെ മേനിക്ക് നല്ല മൂർച്ചയോട് കൂടി വരും. അങ്ങനെ നന്നായിട്ട് മൂർച്ചയുള്ള കത്തി ഇങ്ങനെ പിടിക്കാം, അങ്ങനെ മുറിക്കണ കത്തി ഇങ്ങനെ പിടിക്കാം, വളർത്തി പിടിക്കാം. ആരും ചെയ്ത് നോക്കരുത് കേട്ടോ. മാഷു പറഞ്ഞു പ്രഭാഷണത്തിൽ വീട്ടിൽ പോയിട്ട് കത്തി എടുത്തിട്ട് ഇങ്ങനെ പിടിക്കണം, അങ്ങനെയല്ല. എന്നിട്ട് ആ കത്തി ഇങ്ങനെ മൂർച്ചയുള്ള കത്തി പിടിച്ചിട്ട് അതിൻ്റെ മുകളിലൂടെ നടക്കാൻ പറ്റുമോ എന്ന് നോക്കുക. വെറുതെ മനസ്സ് കണ്ടാൽ മതി, അല്ലേ? മൂർച്ചയുള്ള കത്തി ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ നടന്നു നോക്കുക. എന്താ ഉണ്ടാവുക? കാലൊക്കെ പൊളിഞ്ഞ് കീറി രക്തമൊക്കെ വാർന്ന് ഭയങ്കര പ്രയാസമാവും. അതുപോലെയാണ് ധർമ്മത്തിൻ്റെ പാതയിലൂടെ നടക്കാനെന്ന. നാവ് കൊണ്ട് പറയാൻ വലിയ എളുപ്പമാണ്. സത്യം വദ, ധർമ്മം ചര, അതൊക്കെ ഏത് ഗുരുനാഥന്മാർക്കും ഇരുന്ന് പറയാം, നമുക്ക് കേൾക്കുകയും ചെയ്യാം. പക്ഷെ നടപ്പിലാക്കുമ്പോൾ എത്ര പ്രയാസം. പാണ്ഡവന്മാരുടെ കഥ നോക്ക്, എത്ര പ്രയാസം വന്നു. ഏറ്റവും കൂടുതൽ ധർമ്മം ആചരിച്ച ആൾക്കാരല്ലേ ധർമ്മപുത്രർ ഉൾപ്പെടെയുള്ള പാണ്ഡവന്മാർ. എന്നിട്ട് അവർക്ക് ജീവിതത്തിൽ വല്ല സമാധാനം ഉണ്ടായോ? യുദ്ധത്തിന് മുമ്പും യുദ്ധത്തിന് ശേഷവും. അപ്പോൾ ആലോചിച്ച് നോക്കൂ, ധർമ്മം ആചരിക്കുമ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാവും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, വിഷമങ്ങൾ ഉണ്ടാവും. അതിനെങ്ങനെ സമചിത്തതയോട് കൂടിയിട്ട് കൈകാര്യം ചെയ്യാം, അത് പഠിപ്പിച്ചു തരുന്ന ആളാണ് ശ്രീരാമചന്ദ്രസ്വാമി.
അതാണ് മർത്യാവതാരസ്തിഹ മർത്യ ശിക്ഷണം. മനുഷ്യനായിട്ട് വന്ന് മനുഷ്യന്മാരെ പോലെ എങ്ങനെ ജീവിക്കാമെന്ന് മനുഷ്യന്മാരെ പഠിപ്പിച്ച മനുഷ്യനാണ് ശ്രീരാമചന്ദ്രസ്വാമി. പലതും മനസ്സിലായോ? കുറെ മനുഷ്യന്ന് കേട്ടു അല്ലേ? മനുഷ്യനായിട്ട് വന്ന് മനുഷ്യന്മാരെ പോലെ ജീവിക്കാൻ മനുഷ്യന്മാരെ പഠിപ്പിച്ച മനുഷ്യനാണ് ശ്രീരാമചന്ദ്രസ്വാമി എന്ന മനുഷ്യൻ എന്നങ്ങോട്ട് പറയുമ്പോൾ ഒന്നും മനസ്സിലായിട്ടില്ല അല്ലേ? കുട്ടികൾ പണ്ട് പറയും, മനസ്സിലാവാത്തത് മനസ്സിലായി എന്ന് പറഞ്ഞാൽ മനസ്സിലായതും കൂടി മനസ്സിലാവില്ല എന്ന് മനസ്സിലാക്കിയിട്ട് വേണം മനസ്സിലാവാത്ത മനസ്സിലായി എന്ന് പറയാൻ. വല്ലതും മനസ്സിലായോ? അപ്പം മനുഷ്യനെ നന്നാക്കാനാണ് രാമാവതാരം. മാതൃകയാണ് മാതൃക. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ എന്താ പറയുക? മര്യാദാ പുരുഷോത്തമൻ. വേറെ ആർക്കും ആ പേരില്ല. മര്യാദ എന്ന് പറഞ്ഞാൽ എന്താ? പരിമിതി, പരിധി എന്ന. ചുറ്റുമുള്ള പരിധികളെ മുഴുവൻ ലംഘിക്കാതെ അതിൽ നിന്നുകൊണ്ട് എങ്ങനെ ധാർമ്മികമായിട്ട് ജീവിക്കാം. ശ്രീരാമചന്ദ്രസ്വാമിയുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. രാമായണം കഥയൊക്കെ നമുക്കറിയാലോ. എത്രയെത്ര പരീക്ഷണങ്ങൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു അല്ലേ? നമ്മളൊക്കെ ആണെങ്കിൽ ആകെ ഉലഞ്ഞു പോകുന്ന, തളർന്നു പോകുന്ന, തകർന്നു പോകുന്ന എത്രയെത്ര സന്ദർഭങ്ങൾ. നാളെ രാജാവാക്കാന്ന് പറയണു, അടുത്ത ദിവസം വിളിച്ചു പറഞ്ഞു രാജാവാക്കില്ല. മാത്രമല്ല 14 വർഷം കാട്ടിലേക്ക്. അപ്പോഴും മനസ്സ് ഒലഞ്ഞു. എന്താ പറഞ്ഞത്? അച്ഛൻ ഇത്രയൊക്കെ മുഖവുര വേണോ അച്ഛ എന്നോട് പറയാൻ അല്ലേ? എനിക്കിപ്പോൾ വിഷമം എന്താണെന്നറിയോ? ഉത്തമപുത്രനാവാൻ പറ്റിയില്ലല്ലോ എന്നാണ്. അച്ഛൻ പറയേണ്ടി വന്നില്ലേ? ഇത് അച്ഛൻ പറയാതെ തന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? പോകണമായിരുന്നു. അവിടെ തൊട്ടാണ് ആലോചിച്ച് നോക്കൂ. സീതാദേവിയോട് യാത്ര പറയുന്ന രംഗം, അമ്മയോട് യാത്ര പറഞ്ഞു പോകുന്ന രംഗം, അയോധ്യ നിവാസിയോട് യാത്ര പറയുന്ന രംഗം, അവിടെ അങ്ങോട്ട് തൊട്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ മുഴുവൻ നമ്മളിങ്ങനെ നോക്കുക. എത്രയെത്ര പ്രതിസന്ധികൾ വന്നു. മനുഷ്യൻ്റെതായ എല്ലാ പ്രയാസവും അല്ലേ? ഇടയ്ക്ക് വാവിട്ട് കരയുന്നുണ്ട് ശ്രീരാമചന്ദ്രസ്വാമി അല്ലേ? ഒരു ഉന്മാദിയെ പോലെ എല്ലാവരോടും ചോദിക്കും, അല്ലയോ മയിൽപ്പേടകളെ, നിങ്ങൾ എൻ്റെ സീതയെ കണ്ടോ? കരയാണ് അല്ലേ? ആ ആകാശത്തെ ചന്ദ്രൻ ഉദിക്കുമ്പോൾ, പൂർണ്ണവൃത്തത്തിൽ പൗർണമിയിൽ ചന്ദ്രൻ ഉദിക്കുമ്പോൾ അതുപോലെ സുന്ദരിയായ എൻ്റെ സീതയെ എനിക്ക് ഓർമ്മ വരുന്നു എന്ന് പറഞ്ഞ് പൊട്ടിക്കരയണു. നോക്കൂ, ഒരു ഉന്മാദം പിടിച്ചവനെ പോലെ സ്വന്തം ഭാര്യ നഷ്ടപ്പെട്ടതിലുള്ള ദുഃഖത്തെ അദ്ദേഹം ആചരിച്ച് കാണിക്കുന്നു. എത്രയെത്ര സന്ദർഭങ്ങൾ, സന്തോഷങ്ങളും ദുഃഖങ്ങളും ആശങ്കകളും ഒക്കെ ഭഗവാൻ നമുക്ക് കാണിച്ചു തരും. പക്ഷേ അപ്പോഴൊക്കെയും ധർമ്മത്തെ ഒരിക്കലും വെടിയില്ല. എന്തിന്? അടുത്ത ദിവസം അല്ലെ, 2 ദിവസം കഴിഞ്ഞാൽ ആ രംഗത്തേക്ക് നമ്മൾ എത്തും. ആദ്യ ദിവസം രാമരാവണന്മാർ തമ്മിൽ ഏറ്റുമുട്ടുക. നമ്മളാണ് ശ്രീരാമചന്ദ്രസ്വാമിയുടെ സ്ഥാനത്ത് വെച്ച് ഒന്നും നോക്കില്ല, എങ്ങനെ ഇവനെ വധിക്കും. പക്ഷെ എന്തുണ്ടായി? രാവണന്റെ ആയുധങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ടു. 20 കൈകളാ അല്ലേ? 20 കൈകളിലെ ആയുധങ്ങൾ പോയി. രാവണൻ ഉറപ്പിച്ചു, അടുത്ത നിമിഷം ഇദ്ദേഹം എന്നെ വധിക്കും. ശ്രീരാമചന്ദ്രസ്വാമി പറയാ, രാവണ പോയിക്കോളും, തിരിച്ചു പോയിക്കോളും. നിന്റെ ശരീരത്തിൽ നല്ല മുറിവുകൾ പറ്റിയിട്ടുണ്ട്, നിന്റെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ലങ്കയിൽ പോയിട്ട് മണ്ഡോദരിയോട് പറയൂ, കുറച്ച് മരുന്നൊക്കെ വെച്ച് പുരട്ടി തരാൻ, ഈ മുറിവൊക്കെ ഒന്ന് മാറട്ടെ. നിനക്ക് യുദ്ധം ചെയ്ത് നല്ല ക്ഷീണുണ്ട്, അതുകൊണ്ട് ഭക്ഷണമൊക്കെ കഴിച്ച് വിശ്രമിക്കൂ, എന്നിട്ട് സുഖമായിട്ടൊന്ന് ഉറങ്ങുമെന്ന്. എന്നിട്ട് നാളെ രാവിലെ വന്നോളൂ, ഞാൻ ഇവിടെ ഉണ്ടാവും. അപ്പൊ നമുക്ക് നാളെ വീണ്ടും യുദ്ധം തുടങ്ങാം. എന്ന് ആലോചിക്കണേ, നമുക്ക് പറ്റണ പണിയാണോ അത്? ഇങ്ങനെ നമ്മളോട് ദ്രോഹം ചെയ്തൊരു വ്യക്തി ആയുധം നഷ്ടപ്പെട്ട് നിൽക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? അടുത്ത സെക്കൻഡിൽ അദ്ദേഹത്തെ വധിക്കാൻ തുടങ്ങുക ചെയ്യുക. പക്ഷെ വിട്ടയച്ചു, കാരുണ്യത്തോടു കൂടി പോവൂ, വിശ്രമിക്കൂ, എന്നിട്ട് നാളെ വരൂ, എന്നിട്ട് നമുക്ക് യുദ്ധം തുടരാം. അപ്പൊ യുദ്ധരംഗത്ത് പോലും ഇത്ര ധാർമ്മികത പുലർത്തണമെങ്കിൽ നമ്മളോട് പറയൂ, ഇതാണ് മനുഷ്യത്വം. സഹജീവികളോടും പ്രകൃതിയോടും ഒക്കെ ഈ നന്മ പുലർത്താൻ കഴിയണം. അപ്പൊ ഇവിടെ എങ്ങനെ അക്കരയ്ക്ക് പോവും? നേരത്തെ പറഞ്ഞല്ലോ, വേണമെങ്കിൽ ശ്രീരാമചന്ദ്രസ്വാമിയുടെ ഒരു സങ്കല്പം കൊണ്ട് അക്കരയ്ക്ക് പോവാം. പക്ഷെ ഭഗവാൻ വിചാരിക്കുക, ഞാനിപ്പോ എവിടെയാ? മനുഷ്യ ശരീരത്തിലാണ്. അതുകൊണ്ട് മനുഷ്യന്മാര് ചെയ്യാൻ പറ്റാത്തതൊന്നും ഞാൻ ചെയ്യില്ല. ഹനുമാൻ ചാടിക്കടന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം വാനരകുലത്തിൽ ജനിച്ച ആളാ. വാനരന്മാർക്ക് മനുഷ്യന്മാർ ചാടനേക്കാൾ ചാടാൻ കഴിയും. അതുപോലെ എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ആലോചിക്കണു സേതുബന്ധനം. തൽക്കാലം അർക്കകുലോത്ഭവൻ രാഘവൻ
ആർക്കാൽമജാതി കവിവരന്മാരോടും രക്ഷോവരനാം വിഭീഷണൻ തന്നോടും ലക്ഷ്മണനോടും വിചാരം തുടങ്ങിനാൻ. എന്തുപായം സമുദ്രം കടപ്പാനെന്ന് ചിന്തിച്ചു കൽപ്പിക്ക നിങ്ങളെല്ലാരുമായി എന്നരുൾ ചെയ്തതു കേട്ടവരേവരും ഒന്നിച്ചുകൂടി നിരൂപിച്ചു ചൊല്ലിനാർ. ദേവപ്രവരനായോരു വരുണനെ സേവിക്ക വേണമെന്നാൽ വഴിയും തരും എന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ. നന്നത് തോന്നിയതങ്ങനെ തന്നെയെന്ന് അർണവതീരെ കിഴക്കു നോക്കി അർണോജലോചനാകിയ രാഘവൻ ദർഭ വിരിച്ചു നമസ്കരിച്ചിടിനാൻ. അത്ഭുത വിക്രമൻ ഭക്തി പൂണ്ടെത്രയും. എങ്ങനെയാണ് ഈ 100 യോജന താണ്ടി അപ്പുറത്തേക്ക് പോവാ? എല്ലാവരും കൂടി ആലോചിച്ചു എന്താ ചെയ്യാൻ പറ്റുക. അങ്ങനെ ആ ആലോചനയിൽ ഒരു തീരുമാനം വന്നൊരു കാര്യം ചെയ്യാം. ഈ കടലിൻ്റെ ഈ വെള്ളത്തിൻ്റെ അധിപൻ വരുണദേവനാ. വരുണദേവനെ നമുക്ക് പ്രസാദിപ്പിക്കാം. ആ വരുണദേവൻ പ്രസാദിച്ചാൽ കടൽ സ്വയം വഴിമാറി തരും. ശരി, എന്നാൽ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം ശ്രീരാമചന്ദ്രസ്വാമി വരുണനെ ഉപാസിക്കാൻ തുടങ്ങി. എങ്ങനെയാ? 3 അഹോരാത്രം, 3 രാത്രിയും പകലും. 3 രാത്രിയും പകലും ഉപാസിച്ചിട്ടും വരുണൻ തിരിഞ്ഞു നോക്കിയില്ല. അതോടുകൂടി ക്രോധത്തിലേക്ക് ശ്രീരാമചന്ദ്രസ്വാമി എത്തിച്ചേരുന്നു. ക്രോധേ ഏതുമിളകീല വാരിധിയും അതിക്രോധേന രക്താന്ത നേത്രനാം നാഥനും കൊണ്ടുവാ ചാപബാണങ്ങൾ നീ ലക്ഷ്മണ. ഇനി നോക്കിയിരുന്നൊരു കാര്യമില്ല. ഇത്ര നേരം അപേക്ഷിച്ചു, വിനയത്തോടുകൂടി പൂജിച്ചു, പക്ഷെ വരുണൻ അടുക്കണില്ല. എന്നാൽ ഇനി തന്റെ കരവിക്രമം കണ്ടുകൊണ്ടാലും മമ ശരവിക്രമം. വരുണന് നേരെ യുദ്ധത്തിൽ വരുമ്പോഴാണ്. ഇന്നു പെരുവഴി മീളുന്നതല്ലെങ്കിൽ അർണവം ഭസ്മമാക്കി ചമച്ചിടുവൻ. മുന്നം മതീയ പൂർവന്മാർ വളർത്തതുമിന്നു ഞാനില്ലാതെയാക്കുവൻ നിർണയം. സാഗരമെന്നുള്ള പേരും മറന്നുള്ളിലാകുലമെന്നിയെ വാഴുകീലെന്നുമേ നഷ്ടമാക്കിയിടുവൻ. വെള്ളം കപികുലം പുഷ്ടമോദം പാദചാരേണ പോകണം. എന്തൊരു ഗൗരവവാക്ക്! നന്ദികേടാണ് നീ കാണിച്ചത്. കൃതജ്ഞത എന്ന് പറയും അല്ലേ? ഈ ലോകത്തെ ഏറ്റവും വലിയ പാപം എന്താന്ന് ചോദിച്ചാൽ, നേരത്തെ സുഗ്രീവനോട് ആഞ്ജനേയ സ്വാമി പറഞ്ഞു കൊടുക്കുന്നുണ്ട് കൃതജ്ഞത. എന്താ കൃതജ്ഞത എന്ന് പറഞ്ഞാൽ? കൃതജ്ഞതയുടെ നേരെ വിപരീതമാണ് കൃതജ്ഞത. കൃതജ്ഞത പറഞ്ഞാൽ എന്താ? നന്ദി. അപ്പൊ കൃതജ്ഞത എന്താ? നന്ദികേട്. ആരെങ്കിലും ഒരു ഉപകാരം നമുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനോട് മനസ്സുകൊണ്ട് എപ്പോഴും എന്തായിരിക്കണം? നന്ദി ഉണ്ടായിരിക്കണം. പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. പറഞ്ഞില്ലേ? പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. പ്രത്യുപകാരം മറക്കുന്നയാള് ജീവിച്ചിരിക്കുകയാണെങ്കിലും ചത്തതിന് തുല്യാണ്. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? നന്ദികേടുള്ളവൻ. ഇവിടെ ഒരു സുഭാഷിതത്തിൽ പറയൂട്ടോ, അതാണ് അമ്മമാരുടെ സ്നേഹം അല്ലേ പറഞ്ഞത്. ഈ നന്ദികേട് കാണിക്കുന്ന ഒരാളുടെ ശവം പോലും മറ്റ് ജീവികൾ ഭക്ഷിക്കില്ല എന്ന് ഒരു കഥയായിട്ടൊക്കെ പറയാം. ഒന്നും പറയാനുള്ള സമയവും ഇല്ല നമുക്ക്. പറയാൻ തുടങ്ങിയാൽ കുറേ പറയണം തോന്നും ചെയ്യും. ഈ കുറുക്കന്മാര്, കുറുനരികള് കൂട്ടം കൂട്ടായിട്ട് നടക്കുക അത്രേ. അപ്പോഴാണത്രേ ഒരു മനുഷ്യന്റെ ശവശരീരം അങ്ങനെ പുഴയിലൂടെ ഒഴുകി വരുന്നത് കണ്ടത്.
അപ്പൊ ഈ ചെന്നായ്ക്കൾ കുരുനരികളൊക്കെ കൂടി ചെന്ന് കുട്ടികൾ ഈ മനുഷ്യമാംസം കണ്ട ആ ഒരു ആവേശത്തിൽ അവർക്ക് വിശക്കണമുണ്ട്. അവർ ഓടിച്ചെന്നിട്ട് ഈ മനുഷ്യന്റെ ശവശരീരം ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുക. അപ്പോൾ അമ്മ, അതായത് കുറുനരികളിൽ അമ്മ പറഞ്ഞത്രേ, മക്കളെ ആ മാംസം ഭക്ഷിക്കരുത്, പട്ടിണി കിടന്ന് നമ്മൾ മരിച്ചാലും വേണ്ടിയില്ല, ആ മാംസം ഭക്ഷിക്കരുത്. അപ്പൊ ഇവര് ചോദിച്ചു, എന്താ അമ്മേ, ഞങ്ങൾക്ക് നല്ല വിശക്കുന്നുണ്ട്, മനുഷ്യന്റെ ശവശരീരമല്ലേ, നല്ല സ്വാദുള്ള മാംസമാണ്, കഴിക്കാം. പറഞ്ഞു അത്രേ, ഇവൻ എങ്ങനത്തെ ആളാന്നറിയോ? നന്ദികേട് കാണിച്ച ആളാ. ഗുരുവിനോട് നന്ദികേട് കാണിച്ചു, അച്ഛനമ്മമാരോട് നന്ദികേട് കാണിച്ചു, സുഹൃത്തുക്കളോട് നന്ദികേട് കാണിച്ചു. അങ്ങനെയുള്ളവന്റെ മാംസം ഭക്ഷിച്ചാൽ നമ്മൾ എങ്ങനെയായിട്ട് മാറും? നന്ദികേടുള്ളവരായി മാറും. അതുകൊണ്ട് പട്ടിണി കിടന്ന് മരിച്ചാലും ശരി, അവന്റെ മാംസം നമ്മൾ ഭക്ഷിക്കരുത്. നോക്കൂ, കഥയാണെങ്കിലും ഇല്ലേ. അപ്പൊ ഏറ്റവും വലിയ പാപമാണ് കൃതജ്ഞത, നന്ദികേട്. ഇവിടെ പറയണു, അല്ലയോ സാഗരമേ, നിനക്ക് ഈ പേര് കിട്ടിയത് തന്നെ എങ്ങനെയാ? സാഗരം എന്ന പേര് കിട്ടിയത് തന്നെ എൻ്റെ കുടുംബത്തിൽ നിന്നാണ്, അല്ലെ? സഗരപുത്രന്മാരാ ഞങ്ങളൊക്കെ, സഗരവംശജരാണ്. അപ്പൊ ഭഗീരഥൻ ഗംഗാദേവിയെ ഇവിടെ കൊണ്ടുവന്നിട്ട് സഗരപുത്രന്മാർക്ക് മോക്ഷം കിട്ടാൻ വേണ്ടി ഭഗീരഥ പ്രയത്നത്തിലൂടെ അദ്ദേഹം ഇവിടെ കൊണ്ടുവന്ന് ആ ഗംഗാദേവിയുടെ സ്പർശം കൊണ്ടാണ് സാഗരമായി മാറിയത്, അല്ലെ? വെള്ളം നിറഞ്ഞിട്ടാണ് ഈ കടലുണ്ടായത്. അപ്പൊ എൻ്റെ പൂർവികന്മാരാണ് നിന്നെ സൃഷ്ടിച്ചത്, എന്നിട്ട് എനിക്കൊരാവശ്യം വരുമ്പോൾ വഴിമാറാതിരിക്കേ. ഇനി ഒന്നും നോക്കാനില്ല, എൻ്റെ ഒരു പൂർവികൻ നിന്നെ സൃഷ്ടിച്ചുവെങ്കിൽ അടുത്ത അസ്ത്രം കൊണ്ട് ഞാൻ നിന്നെ സംഹരിക്കും. ഈ വെള്ളം ഒരൊറ്റ അസ്ത്രം കൊണ്ട് നഷ്ടമാക്കിയിടുവൻ വെള്ളം, കവികുലം പുഷ്ടമോദം പാദചാരേണ പോകണം. എന്താ പറഞ്ഞതെന്നറിയോ? ഞാൻ അടുത്ത അസ്ത്രം കൂടെ എടുത്താൽ ഈ കടലിൽ ഒരു തുള്ളി വെള്ളം ഉണ്ടാവില്ല. പിന്നെ ചാടൊന്നും വേണ്ട, വാനരന്മാർക്ക് അങ്ങനെ പോവാം, സുഖമായിട്ട് നടന്നിട്ട് അക്കരയ്ക്ക് എത്താം. ഭസ്മമാക്കിയിടുവൻ വാരാനിധിയെ ഞാൻ, വിസ്മയമെല്ലാരും കണ്ടു നിന്നിടണം. ഇത്തം രഘുവരൻ വാക്കു കേട്ടം നേരം മൃത്യുരുഹങ്ങളും കാനനജാലവും മൃത്യുയും കൂടെ വിറച്ചു ചമഞ്ഞിതു. മിത്രനും മങ്ങി നിറഞ്ഞു തിമീരവും അബ്ധിയും ക്ഷോഭിച്ചു മിട്ടാൽ കവിഞ്ഞു വന്നുത്തുംഗമായ തരംഗാവലിയൊടും ദ്രസ്തങ്ങളായി പരിതപ്തങ്ങളായി വന്നിതത്യുഗ്രനക്രതിമിജ്ജഷാദ്യങ്ങളും. അപ്പോൾ ഭയപ്പെട്ടു ദിവ്യരൂപത്തോടും അപ്പതി, ദിവ്യാഭരണ സമ്പന്നനായി. പ്രകൃതിയൊക്കെ കിട്ടുകിട്ട വിറച്ചു. അപ്പോഴാണ് സാക്ഷാൽ വരുണദേവൻ ത്രാഹിമാം ത്രാഹിമാം ത്രൈലോക്യപാലക, ത്രാഹിമാം ത്രാഹിമാം വിഷ്ണോ ജഗൽപതി, ത്രാഹിമാം ത്രാഹിമാം പൗലസ്ത്യനാശന, ത്രാഹിമാം ത്രാഹിമാം രാമാ രമാപതേ. പത്തുദിക്കും നിറഞ്ഞോരു കാന്ത്യാ നിജഹസ്തങ്ങളിൽ പരിഗൃഹ്യ രത്നങ്ങളും വിത്രസ്തനായി രാമപാദാന്തികെ വെച്ച് സത്രപം ദണ്ഡ നമസ്കാരവും ചെയ്ത് രക്താന്തലോചനാകിയ രാമനെ ഭക്ത്യാ വണങ്ങി സ്തുതിച്ചാൻ പലതരം. ത്രാഹിമാം ത്രാഹിമാം ത്രൈലോക്യപാലക, ത്രാഹിമാം ത്രാഹിമാം വിഷ്ണോ ജഗൽപതി, ത്രാഹിമാം ത്രാഹിമാം പൗലസ്ത്യനാശന, ത്രാഹിമാം ത്രാഹിമാം രാമാ രമാപതേ. ഭഗവാനെ, ഞാൻ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് ക്ഷമിക്കണം. നമസ്തേ നമസ്തേ ജഗന്നാഥ വിഷ്ണോ, നമസ്തേ നമസ്തേ ഗതാചക്രപാണി, നമസ്തേ നമസ്തേ പ്രപന്നാർത്തിഹാരിൻ, സമസ്താപരാധം ക്ഷമസ്വ അഖിലേശ. ഞാൻ ചെയ്ത തെറ്റുകളൊക്കെ അങ്ങ് പൊറുക്കണം. ഇനി മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, ഞാൻ എന്ത് തെറ്റാപ്പ ചെയ്തത്? അങ്ങ് 3 ദിവസം എന്നെ തപസ് ചെയ്തു, ഞാൻ വരാൻ കുറച്ച് വൈകി, അല്ലേ?
അതെൻ്റെ കുഴപ്പമല്ല ഭഗവാനെ, അല്ലേ? ഇപ്പോൾ ഭാര്യയും ഭർത്താവും കൂടി ഒരുമിച്ച് ഒരു സ്ഥലത്തേക്ക് പുറപ്പെടുകയാണ് വിചാരിക്കുക, അല്ലേ? ഇത്ര മണിക്ക് ഇറങ്ങണം എന്ന് തലേ ദിവസമൊക്കെ പറഞ്ഞു. ഭർത്താവ് നേരത്തെ 10 മിനിറ്റ് നേരത്തെ തയ്യാറായിട്ട് പുറത്തിറങ്ങും. എന്നിട്ട് ചോദിക്കും, ഇതാ വരികയില്ലേ? ഇപ്പോഴാണ് പറഞ്ഞാൽ അപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ. എനിക്ക് നിങ്ങളെ പോലെ ഷർട്ടും മുണ്ടിട്ടാണ്ട് ഇറങ്ങിയാൽ പോരക്കൂടെ 100 കാര്യങ്ങൾ ഒരുക്കിയിട്ട് വേണം ഈ പടി അങ്ങോട്ട് കടക്കാൻ. ഞാൻ ഇന്നലെ അത് പറഞ്ഞോണ്ടായോ? ഇവിടെ എന്തൊക്കെ ഒരു കൂട്ടം ഒരുങ്ങാണ്ട് അതൊക്കെ ഒരുക്കിയിട്ടേ എനിക്ക് ഈ അത്ര ധൃതി കാണിച്ചാൽ നിങ്ങൾ പോയിക്കോളൂ. നോക്കണേ, ഇപ്പം ഈ കാത്ത് നിന്നത് ഇപ്പം എന്തിനാ? ആ അവസ്ഥയാണ് ഇവിടെ പറയും. അതെന്താ? അതൊരു സ്വഭാവമാണ്. സ്വഭാവമാണ്. അതിനെന്താ പറയുക? തമോ ഗുണ പ്രകൃതി എന്നാ പറയുക. ഇവിടെ പറയണോ ഏത്? ഭാര്യ വൈകണന അല്ല കേട്ടോ. ഇനിയിപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഭാര്യ വൈകണ തമോ ഗുണം അതല്ല. പറയണു ഞങ്ങളൊക്കെ ഏതൊക്കെ? ഭൂമി, ആകാശം, വായു, അഗ്നി, ജലം, പഞ്ചഭൂതങ്ങൾ. ഈ പഞ്ചഭൂതങ്ങളുടെ സ്വഭാവം എന്താണെന്നറിയോ? തമോ ഗുണം കുറച്ചുണ്ടാവുന്ന. അതാണ് അടുത്ത വരിയില്. താമസോത്ഭൂതങ്ങളായുള്ള ഭൂതങ്ങൾ താമസശീലമായി തന്നെ വരൂ വിഭോ. എന്താ പറഞ്ഞത്? തമോ ഗുണം അധികമായിട്ടാണ് ഞങ്ങളൊക്കെ സൃഷ്ടിക്കപ്പെട്ടത്. ആരാ ഞങ്ങളെ സൃഷ്ടിച്ചത്? അങ്ങ് തന്നെ, അല്ലേ? അങ്ങ് തമോ ഗുണം അധികമാക്കി ഞങ്ങളെ സൃഷ്ടിച്ചത് കൊണ്ട് താമസശീലമായി തന്നെ വരൂ വിഭോ. ആ ഗുണം പ്രകടാവും. അപ്പൊ പെട്ടെന്ന് ഞങ്ങൾക്ക് പറ്റില്ല, ഞങ്ങൾ പതുക്കെ ഞങ്ങള് വരൂ. ആരെ പോലെ? കാളിയനെ ശ്രീകൃഷ്ണ ഭഗവാൻ കാളിയമർദ്ദനം ചെയ്തല്ലോ, അല്ലേ? കാളിയന്റെ വിഷമൊക്കെ ഇല്ലാണ്ടായിട്ട് കാളിയൻ ഇപ്പം മരിക്കും എന്നുള്ള അവസ്ഥയായി. അപ്പോഴാണ് കാളിയന്റെ ഭാര്യമാരൊക്കെ ഒന്ന് പറഞ്ഞു, അയ്യോ ഈ കാളിയൻ ഞങ്ങളുടെ ഭർത്താവ്, അദ്ദേഹം എന്ത് തെറ്റാ ചെയ്തത്? ഭാര്യമാര് പറയാ, ന്യായോ ഹി ദണ്ഡകൃതകിൽ ബിഷ. എന്താ പറഞ്ഞത്? ശരിയാണ്, കുറ്റം ചെയ്താൽ ശിക്ഷ കൊടുക്കണം. പക്ഷേ ഞങ്ങളുടെ ഭർത്താവായ കാളിയൻ എന്ത് തെറ്റാ ചെയ്തത്? അദ്ദേഹം ഇവിടൊക്കെ വിഷം കലക്കി, അതാണല്ലോ ഇപ്പൊ ചെയ്ത തെറ്റ്. ഈ വിഷം അദ്ദേഹത്തിന് കൊടുത്തത് ആരാ? പറയൂ, ഉത്തരം പറയൂ. വിഷം അദ്ദേഹത്തിന് കൊടുത്തത് ആരാ? അങ്ങ് തന്നെ. അങ്ങ് കൊടുത്ത വിഷം അങ്ങേക്ക് തന്നെ തന്നു. അതൊരു തെറ്റാണോ? അപ്പൊ ആരുടെ കുറ്റം? കൊടുത്ത ആളുടെ കുറ്റം, അല്ലേ? അങ്ങ് അമൃത് കൊടുത്തിരുന്നെങ്കിൽ കാളിയിൽ എന്ത് തന്നേനെ? അമൃതം തന്നേനെ. അങ്ങ് പാല് കൊടുത്തിരുന്നെങ്കിൽ കാളിയിൽ എന്ത് തന്നേനെ? പാല് തന്നേനെ. അങ്ങ് വിഷം കൊടുത്തത്, ആ വിഷം അങ്ങയുടെ മുമ്പിൽ. എന്നതുപോലെ ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? എന്നെ ഈ തമോ ഗുണപ്രകൃതിയായിട്ട് സൃഷ്ടിച്ചത് അങ്ങാണ്. ആ ഗുണത്തെ ഞാൻ പ്രകാശിപ്പിച്ചു എന്നല്ലേ ഉള്ളൂ. താമസമല്ലോ ജഡത്വമാകുന്നതും. അതുകൊണ്ടാണ് വരാൻ താമസിക്കുക. ആ പറയുന്നതിൽ തന്നെ എന്തുണ്ട്? വരാൻ താമസിച്ചു എന്ന് പറയുമ്പോ ആ താമസത്തിൽ തന്നെ എന്തുണ്ട്? തമോ ഗുണുണ്ട്, അല്ലേ? താമസമല്ലോ ജഡത്വമാകുന്നതും കാമലോഭാദികളും താമസഗുണം. മായാരഹിതനായി നിർഗുണനായ നീ മായാഗുണങ്ങളെ അംഗീകരിച്ച് അപ്പോൾ വൈരാജനാമവാനായി ചമഞ്ഞു ഭവാൻ കാരണപുരുഷനായി ഗുണാത്മാവുമായി. തുടർന്ന് പറയണു, അങ്ങ് സൃഷ്ടിയും സ്ഥിതിയും സംഹാരമൊക്കെ അങ്ങനെയാണ്. ആ സൃഷ്ടിയുടെ രഹസ്യമാണ് ഇപ്പം ഈ പറഞ്ഞ വരി കേട്ടോ. ഇപ്പം ഈ വായിച്ച വരികളെ സൃഷ്ടി എങ്ങനെ തുടങ്ങിയെന്ന. ആദ്യം ഒരേ ഒരു ശക്തിയേ ഉള്ളൂ, അല്ലേ? ഭഗവാൻ. ആ ഭഗവാനിൽ നിന്ന് 3 ഗുണങ്ങൾ ഉണ്ടാകുന്നു. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. സത്വഗുണത്തിൽ നിന്ന് എണ്ണം ഒന്ന് മനസ്സിൽ പിടിക്കുക. സത്വഗുണത്തിൽ നിന്ന് 4 എണ്ണം ഉണ്ടായി. മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം. ഇനി രജോ ഗുണം. രജോ ഗുണത്തിൽ നിന്ന് 5 ജ്ഞാനേന്ദ്രിയങ്ങൾ ഉണ്ടായി, 5 കർമ്മേന്ദ്രിയങ്ങൾ ഉണ്ടായി. ഇപ്പൊ കണക്ക് കൂട്ടിയൊക്കെ എത്ര ആയി പാകെ? ആദ്യം നോടി പറയാം. സത്വഗുണത്തിൽ നിന്ന് 4, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം. രജോ ഗുണത്തിൽ നിന്ന് 5 ജ്ഞാനേന്ദ്രിയം, 5 കർമ്മേന്ദ്രിയം. ഇപ്പൊ എത്രയായി? 4ഉം 5ഉം 5ഉം 14. ഇനിയോ? ഇനി തമോ ഗുണത്തിൽ നിന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു പഞ്ചഭൂതങ്ങൾ 5, ഭൂമി, വായു, ആകാശം, അഗ്നി, ജലം. അവയുടെ സ്വഭാവങ്ങളും 5. അപ്പൊ എത്രയായി? 10. പാകക്കൂടി കൂട്ടിയാൽ എത്ര തത്വങ്ങൾ ഉണ്ടായി? 24. അപ്പൊ സത്വഗുണത്തിൽ നിന്ന് 4, രജോ ഗുണത്തിൽ നിന്ന് 10, തമോ ഗുണത്തിൽ നിന്ന് 10, അങ്ങനെ ആകെ 24 തത്വങ്ങൾ ചേർന്നതാണ് നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചം.
അപ്പോൾ ഭഗവാനിൽ നിന്ന് ആദ്യം 3, പിന്നെ അതിൽ നിന്ന് ഇങ്ങനെ പിരിഞ്ഞ് 24, ഇനി ഈ 24 വേറെയും പിരിവുകളുണ്ട്. അങ്ങനെ പിരിഞ്ഞ് 96 തത്വം എന്ന് പറയുന്നൊരു കണക്കുണ്ട് അല്ലേ. 5 മുടൻ ആര് ഹരിതാമകീർത്തനത്തില് എഴുത്തച്ഛൻ അല്ലേ ചൊല്ലിയില്ലേ 5 മുടൻ പറയുന്ന ആ ഭാഗം. അപ്പൊ ഇങ്ങനെ 96 തത്വങ്ങളെ കുറിച്ച് പറയാം, 24 തത്വങ്ങളെ കുറിച്ച് പറയാം. എന്തായാലും ഈ തത്വങ്ങളെയൊക്കെ സൃഷ്ടിച്ചത് അങ്ങ് തന്നെയാണ്. അങ്ങ് എന്നെ തമോ ഗുണപ്രകൃതിയാക്കിയത് കൊണ്ട് ഞാൻ അല്പം താമസിച്ചാ വന്നത്. ആട്ടെ, ശ്രീരാമചന്ദ്രസ്വാമി പറഞ്ഞു, എന്നാൽ ബാണം മതീയമോഘമതിന്നിഹ വേണം ഒരു ലക്ഷ്യം എന്ത് അതിനുള്ളതും. എന്താ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ ഞാൻ ബാണം തൊടുത്തു കഴിഞ്ഞു. രാമബാണത്തിന്റെ പ്രത്യേകതയുണ്ട്. എന്താ പ്രത്യേകത? ഇത് തൊടുത്താൽ ഒരു ലക്ഷ്യം വേണം. എന്താ ചെയ്യേണ്ടത്? പറഞ്ഞു, അന്യൂനകാരുണ്യ സിന്ധോ ജഗൽപദേ ഉത്തരസ്യാം ദിശിമത്തീരഭൂതലേ ചിത്തദ്രുമകുല്യദേശം സുഭിക്ഷതം തത്ര പാപാത്മാക്കളുണ്ട് നിശാചരർ എത്രയും ഭാരമുപദ്രവിച്ചിടുവോർ വേഗാൽ അവിടേക്കയക്ക ബാണം തവ ലോകോപകാരകം ആം അത് നിർണയം. എന്നാൽ എന്റെ ഉത്തരദിക്കില് ചിത്തദ്രുമകുല്യം എന്ന് പറയുന്ന സ്ഥലം, അവിടെ രാക്ഷസന്മാരായ പാപികളായ കുറെ രാക്ഷസന്മാര് എല്ലാവരും ഉപദ്രവിച്ചുകൊണ്ട് ജീവിക്കുന്നുണ്ട്. അവരെ വധിക്കൂ. എന്നാലോ അത് ലോകോപകാരകമാം, ലോകത്തിന് മുഴുവൻ ഉപകാരമാകും. അതനുസരിച്ച് ഭഗവാൻ ആ അസ്ത്രത്തെ പ്രയോഗിക്കുന്നു, അവിടെ ഇല്ലാണ്ടാക്കണു. പിന്നീട് ആ സ്ഥലം മന്ദാരകാന്താരം എന്ന പേരിൽ ജനവാസയോഗ്യമായി എന്നൊക്കെയാണ് പറയുക. തുടർന്ന് പറയണു, ഇനിയിപ്പോൾ എങ്ങനെയാണ് അക്കരെ കടക്കുക എന്നാണെങ്കിൽ അങ്ങ് വിഷമിക്കേണ്ടതില്ല. പിന്നെയോ, ഇതിന് മുകളിലൂടെ, എനിക്ക് മുകളിലൂടെ ഒരു പാലം പണിഞ്ഞ് അങ്ങേക്ക് എവിടെ എത്താം? ലങ്കയിലേക്ക് എത്താം. സേതു ബന്ധിക്കാം നളനാം കപിവരനേതും അവനൊരു ദണ്ഡമുണ്ടായി വരാ വിശ്വകർമാവിൻ മകനവനാകയാൽ വിശ്വശില്പക്രിയാ തൽപരനെത്രയും. എന്താ പറഞ്ഞത്? സേതു ബന്ധിക്കൂ, ഈ കടലിനെ മുകളിലൂടെ അങ്ങ് ഒരു പാലം പണിയൂ. ഈ കടലിന് മുകളിലൂടെ പാലം പണിയാണെങ്കിൽ നല്ല പണിയാ അല്ലേ. ഇപ്പൊ ഇവിടെ ഒരു പാലം പണിയാൻ വലിയ പ്രയാസമില്ല, അത് കരഭാഗമാണ്. കടലിന് മുകളിലൂടെ ഇപ്പം എങ്ങനെ പാലം പണിയാ? ഈ പാലം ഉറച്ചു നിൽക്കണമെങ്കിൽ അടിയിൽ തൂണുകളൊക്കെ വേണ്ടേ? ഇനി തൂക്കുപാലം ഉണ്ടാക്കുകയാണെങ്കിൽ ഇത്രയും ദൂരം പറ്റുമോ? പറ്റില്ല, വലിയ പണിയാണ്. കുട്ടികൾ പറയില്ലേ, ഐസ് കട്ടയുടെ മുകളിൽ എങ്ങനെയാ പെയിന്റ് അടിക്കാന്ന് ചോദിച്ചു കുട്ടികൾ അല്ലേ. ഒരു ഐസ് കട്ട കൊണ്ട് 4 ഭാഗം പെയിന്റ് ചെയ്യാൻ വളരെ പ്രയാസം. എന്താ, ഈ ഭാഗം ഇങ്ങനെ പെയിന്റ് ചെയ്ത് വരുമ്പോഴേക്കും അപ്പുറം ഉരുകിയിട്ടുണ്ടാവും. അപ്പൊ ആദ്യം അടിച്ചതൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോഴാണ് ഒരു മിടുക്കം പറഞ്ഞത്, എളുപ്പപ്പണി ഉണ്ട് അച്ഛാ. എന്താ അത്? പെയിന്റ് ബക്കറ്റിനുള്ളിലേക്ക് ഐസ് കട്ട അങ്ങോട്ട് ഇട്ടാൽ മതി. ശരിയാ, എല്ലാ ഭാഗത്തും ഒരേപോലെ ആവില്ലേ? അതുപോലെ ഒരു സൂത്രാപ്പ വേണ്ട. കടലിന് മേലെ കൂടെ പാലം പണം ഉദാഹരണം, അല്ലെങ്കിൽ ഇതിനുള്ള പ്രതിവിധി സാഗരം പറഞ്ഞു, വിഷമിക്കേണ്ട. വിശ്വകർമാവിൻ ദേവശില്പിയായിരിക്കണ വിശ്വകർമാവുണ്ട്. ആ വിശ്വകർമാവിന്റെ മകനാണ് ആര്? നളൻ. ആ നളന്റെ പ്രത്യേകത എന്താ? വിശ്വകർമാവിൻ മകനവനാകയാൽ വിശ്വശില്പക്രിയാ തൽപരനത്രയും. വിശ്വകർമാവിന്റെ മകനായതുകൊണ്ട് അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വലിയ താല്പര്യമുണ്ട്, മിടുക്കുമുണ്ട്, ഇഷ്ടമുണ്ട്. ഇങ്ങനെയുണ്ട് അല്ലേ. ഇപ്പൊ ഏത് ജോലി നമ്മൾ ചെയ്യുകയാണെങ്കിലും ആദ്യം വേണ്ടത് എന്താണെന്നറിയോ? ആരും മിണ്ടണില്ല. ആദ്യം വേണ്ടത് എന്താ? ആ ജോലിയോട് ഒരിഷ്ടം വേണം ആദ്യം അല്ലേ. പറയില്ലേ, ഇഷ്ടപ്പെട്ട് ചെയ്യണതും കഷ്ടപ്പെട്ട് ചെയ്യണതും വ്യത്യാസമുണ്ട്. അപ്പൊ ആഹാരം ഉണ്ടാക്കുമ്പോൾ ആ ആഹാരം ഉണ്ടാക്കണ ജോലി ഇഷ്ടപ്പെട്ട് ചെയ്തു നോക്കൂ, അത് നല്ല സ്വാദുള്ള ഭക്ഷണമായിട്ട് മാറും. കഷ്ടപ്പെട്ടിട്ടാ ചെയ്യണം. ഇപ്പൊ ഉണ്ടാക്കണ്ടേ ഈശ്വര എന്ന് പറഞ്ഞ് ഉണ്ടാക്കി നോക്കൂ, എന്ത് ചേരുവ ചേർത്താലും കഴിക്കണ ആൾക്കൊരു സുഖം ഉണ്ടാവില്ല. എന്തോ ഒരു കുറവുണ്ട്. എന്താ കുറവ്? ഈ ഇഷ്ടമാണ് അതിൻ്റെ കുറവ്. അപ്പൊ ഇഷ്ടപ്പെട്ട് ചെയ്യും. ആര്? വിശ്വകർമാവിന്റെ മകനായതുകൊണ്ട് അദ്ദേഹത്തിന് വലിയ ഇഷ്ടമാണ് അല്ലേ. നമ്മൾ പറയില്ലേ, എഞ്ചിനീയർ, ആർക്കിടെക്ട് എന്നൊക്കെ പറയില്ലേ, ആ വിഭാഗത്തിൽ പെടും ആര്? നളൻ. അതുകൊണ്ട് അദ്ദേഹത്തെ വെച്ച് പാലം പണിഞ്ഞോളൂ.
ശരി, അങ്ങനെയാണെങ്കിൽ നളനെ വിളിച്ചുടനാജ്ഞ ചെയ്ത് സേതു സംബന്ധനേ. തുടർന്ന് ആ പാലം പണി ആരംഭിക്കാനായിട്ട് പോവാണ്. അതിനു മുമ്പ് എന്ത് ചെയ്തു? ഭദ്രനാം ദാശരഥി ജഗദീശ്വരൻ വ്യോമകേശം പരമേശ്വരം ശങ്കരം രാമേശ്വരമെന്ന നാമം അരുൾ ചെയ്തു ശോഭനമായ മുഹൂർത്തേന സംസ്ഥാപ്യ പാപഹരായ ത്രിലോകഹിതാർത്ഥമായി പൂജിച്ച് വന്ദിച്ച് ഭക്ത്യാ നമസ്കൃത്യ രാജീവലോചനനേവം അരുൾ ചെയ്തു. അവിടെ ശ്രീരാമചന്ദ്രസ്വാമി സാക്ഷാൽ മഹാദേവനെ ലിംഗപ്രതിഷ്ഠ നടത്തിയെന്ന ആ മണലുകൊണ്ട് തന്നെ അവിടെ ഒരു ശിവലിംഗമൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ പ്രതിഷ്ഠിച്ച് അദ്ദേഹം പൂജിച്ചു. പറഞ്ഞു, ഇത് ഭാവിയിൽ രാമേശ്വരം എന്നറിയപ്പെടും. എന്താ ഈ രാമേശ്വരം എന്ന് പറഞ്ഞാൽ വാക്കിന്റെ അർത്ഥം? അവിടെ രാമനല്ല ഈശ്വരൻ, മറിച്ച് ആരാ? രാമന്റെ ഈശ്വരനായ മഹേശ്വരൻ. ഇതാണ് രാമേശ്വരം. രാമേശ്വര ക്ഷേത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ആൾക്കാരെ വിചാരിക്കും അവിടെ ശ്രീരാമചന്ദ്രസ്വാമി ആവുന്ന പ്രതിഷ്ഠ രാമേശ്വരം എന്നല്ലേ. ഇപ്പൊ രാമപുരം അമ്പലം എന്ന് പറയുന്ന പോലെ ആവും. അങ്ങനെയല്ല, രാമന്റെ ഈശ്വരനായിരിക്കുന്ന മഹാദേവനെ ശ്രീരാമചന്ദ്രസ്വാമി പ്രതിഷ്ഠിച്ച് പൂജിച്ചു. ആ സ്ഥലത്തിന് പേര് വന്നു രാമേശ്വരം. അദ്ദേഹം പറയുകയും ചെയ്തു, ആരാണോ യാതൊരു മർത്യൻ ഇവിടെ വന്ന് ആദരാൽ, ആരാണോ ഇവിടെ വന്ന് രാമേശ്വരനായ ഞാൻ പ്രതിഷ്ഠിച്ച രാമേശ്വരനായ മഹേശ്വരനെ ആദരിക്കണത്, ബഹുമാനിക്കണത്, പൂജിക്കണത്, അവർക്ക് സകല ഐശ്വര്യം ഉണ്ടാവും. അതൊരു ഒരു തീർത്ഥാടന വിധി കൂടിയാണ് കേട്ടോ. ശരിക്ക് രാമേശ്വരം എന്ന് മാത്രമല്ല നമ്മൾ പറയാ. പഴയ ആൾക്കാരൊക്കെ പറയും ഒരു വാക്കുകൂടി ഒപ്പം ചേർക്കും. ആർക്കെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ നോക്കട്ടെ. വെറും രാമേശ്വരം യാത്ര എന്നല്ല പറയാ. പിന്നെയോ കാശി രാമേശ്വരം എന്നാ പറയാ അല്ലേ. കാശി എവിടെ കിടക്കണു? ഭാരതത്തിന്റെ വടക്ക് കിടക്കണു. രാമേശ്വരം എവിടെ കിടക്കണു? ഭാരതത്തിന്റെ തെക്ക് കിടക്കണു അല്ലേ. അപ്പൊ കാശി രാമേശ്വരം അതിനൊരു പ്രത്യേകത ഉണ്ട്. ഈ കാശി രാമേശ്വര തീർത്ഥാടനത്തിനൊരു പ്രത്യേകതയുണ്ട്. അങ്ങനെ ചെയ്യണം എന്ന് ആരാ പറയണത്? ശ്രീരാമചന്ദ്രസ്വാമി പറഞ്ഞതാ. ആദ്യം എന്ത് വേണത്രേ? രാമേശ്വരത്ത് പോവാ. എന്നിട്ട് അവിടെ വേണ്ട വഴിപാടുകളൊക്കെ ചെയ്ത് ഭജിച്ച് പൂജിച്ച് അത് കഴിഞ്ഞ് പ്രധാനപ്പെട്ട ചടങ്ങാണ് അവിടുത്തെ സമുദ്ര സ്നാനം. അവിടുത്തെ കടലിൽ നമ്മൾ മുങ്ങ. നല്ല ശ്രദ്ധിക്കണേ. അങ്ങനെ കടലിൽ ആ സ്നാനമൊക്കെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ആ കടലിന്റെ അടിയിൽ നിന്ന് കുറച്ച് മണൽ എടുക്കുക. നമ്മൾ മുങ്ങിയിട്ട് കുറച്ച് മണൽ എടുക്കുക. ആ മണൽ കൊണ്ട് ഒരു ശിവലിംഗത്തിന്റെ രൂപം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ കൂട്ടിവെക്കുക. ശിവലിംഗമാണ് സങ്കല്പിക്കുക. ഇത് ഏതിന്റെ സ്മരണയാണ്? ശ്രീരാമചന്ദ്രസ്വാമി രാമേശ്വര പ്രതിഷ്ഠാനത്തിന്റെ സ്മരണ. എന്നിട്ട് ആ ശിവലിംഗത്തെ പറ്റണ പോലെ നമ്മൾ പൂജിക്കുക. ആ പൂജ കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയ ആ മണല് എടുക്കുക, സ്വീകരിക്കുക, പൊതിഞ്ഞെടുക്കുക, ഭദ്രമായിട്ട് പൊതിഞ്ഞെടുക്കുക. എന്നിട്ട് അവിടെ പോകണം, കാശിയിൽ പോകണം. കാശിയിൽ ഗംഗാ സ്നാനം ചെയ്യുമ്പോൾ നമ്മൾ കൊണ്ടുവന്ന ഈ മണല് അവിടെ ഒഴുക്കുക ഗംഗയിൽ. പകരം എന്ത് ചെയ്യണം? ഗംഗയിലെ തീർത്ഥം ശേഖരിക്കുക. കാശി വിശ്വനാഥനെയൊക്കെ തൊഴുത് കഴിഞ്ഞാൽ വീണ്ടും അവിടെ വരണം, വീണ്ടും രാമേശ്വരം വരണം. എന്നിട്ടോ ഗംഗയിൽ നമ്മൾ കൊണ്ടുവന്ന തീർത്ഥം ഇവിടെ രാമേശ്വരന് അഭിഷേകം ചെയ്യുക. അപ്പോഴാണ് ആ തീർത്ഥാടനം മുഴുവനാവുക. അതാണ് കാശി രാമേശ്വരം. ഇത് ഞാൻ പറയണതല്ല കേട്ടോ. ആ വരി അങ്ങോട്ട് വായിച്ചാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. നോക്കൂ. സേതുബന്ധത്തിങ്കൽ മജ്ജനവും ചെയ്ത് ഭൂദേശനാകിയ രാമേശ്വരനെയും കണ്ട് വണങ്ങി പുറപ്പെട്ട് ശുദ്ധനായി കുണ്ടത കൈവിട്ട് വാരാണസി പൊക്കു ഗംഗയിൽ സ്നാനവും ചെയ്ത് ജിതശ്രമം ഗംഗാ സലിലവും കൊണ്ടുവന്ന് ആദരാൽ രാമേശ്വരന് അഭിഷേകവും ചെയ്തതാ ശ്രീമൽ സമുദ്രേ കളഞ്ഞു തൽഭാരവും മജ്ജനം ചെയ്യുന്ന മർത്യൻ എന്നോട് സായുജ്യം വരും അതിന് ഇല്ലൊരു സംശയം. ഇപ്പൊ ഇങ്ങനെയാണ് ആ കാശി രാമേശ്വരം തീർത്ഥാടനമൊക്കെ ചെയ്യേണ്ടത് എന്ന് അവിടെ പറഞ്ഞു. തുടർന്ന് വിശ്വകർമാവായിരിക്കുന്ന ആ നളന്റെ നേതൃത്വത്തില് അവിടെ ആ പാലം പണി ഇങ്ങനെ ആരംഭിച്ചു എന്ന് ഇവിടെ പറയും. ഈ പാലം പണിയൊക്കെ തുടങ്ങുമ്പോൾ വളരെ രസകരമായിട്ടാണ് ആ പാലം പണിയൊക്കെ അവിടെ നടക്കുന്നത്.
ദന്താവളാസ്യം തനയം പിനാകിനോ വന്ദേ ത്രിമൂർത്തീൻ വരദം ചമൽഗുരും മന്ദം നളോ മന്ത്രമിതം ജപൻ ഗിരിം പുണ്യേ മുഹൂർത്തേ നിദധൗ മഹോദധൗ. പാലംപണി തുടങ്ങുക. അപ്പൊ എന്താ ചെയ്തത്? ദന്താവലാസ്യം തനയം പിനാകിനോ. ദന്താവലാസ്യം തനയം പിനാകിനോ. പിനാകിനോ തനയം ദന്താവലാസ്യം. മഹാദേവന്റെ പുത്രനായ ഗണപതിയെ. വന്ദേ ത്രിമൂർത്തീൻ. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെ. ചമൽഗുരും. സ്വന്തം ഗുരുനാഥനും പിതാവുമായിരിക്കണ വിശ്വകർമാവിനെ. ഇത്രയും പേരെ വന്ദിച്ചിട്ടാണ് പാലംപണി. അപ്പൊ ആദ്യം ആരെയാ വന്ദിച്ചത്? ദന്താവളാസ്യം തനയം പിനാകിനോ. മഹാദേവപുത്രനായിരിക്കുന്ന ഗണപതി ഭഗവാൻ. ഗണപതി ഭഗവാനാണ് എന്ത് കാര്യങ്ങളും ചെയ്യുമ്പോഴുള്ള അഗ്രപൂജ. ആദ്യ പൂജ ആർക്കാ? ഗണപതി ഭഗവാനെ. ഏത് പൂജ തുടങ്ങുമ്പോഴും അല്ലേ ഗണപതി ഭഗവാനെ പൂജിക്കുക, ഗണപതിക്കൊരു വിളക്ക് വയ്ക്കുക. ഒന്നുമില്ലെങ്കിൽ ഒരു ശർക്കര പൊട്ടെങ്കിലും ഗണപതി ഭഗവാനെ നിവേദിച്ചിട്ടാണ് എല്ലാ കർമ്മവും ആരംഭിക്കുക. അപ്പൊ ഗണപതി ഇതാര് തീരുമാനിച്ചതാണെന്നറിയോ? പണ്ട് പാലാഴി കടയുമ്പോ കുറേ തടസ്സങ്ങളുണ്ടായി അല്ലേ. കാളകൂട വിഷം വന്നു, മന്ദരപർവ്വതം താണുപോയി, ഇങ്ങനെ അനവധി പ്രയാസങ്ങൾ വന്നപ്പോഴാണത്രേ. എന്താ അതിനൊക്കെ കാരണം? ഗണപതി ഭഗവാനെ പൂജിച്ചില്ല. അങ്ങനെ അന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ ഒരു നിയമം പുറപ്പെടുവിച്ചു. എന്താ പുറപ്പെടുവിച്ചത്? ഇനി എവിടെ നല്ല കാര്യങ്ങൾ തുടങ്ങുന്നുണ്ടോ തുടക്കം ആദ്യ പൂജ അഗ്രപൂജ ആർക്ക് വേണം? ഗണപതിക്ക് വേണം അല്ലേ, സങ്കല്പമെങ്കിലും. അതുകൊണ്ടാണ് പണ്ടൊക്കെ വീടുകളിൽ നമ്മൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുമ്പോൾ അടുപ്പ് കത്തിച്ചാൽ ആദ്യം എന്താ ചെയ്യാന്നറിയോ? ഒരു കഷ്ണം നാളികേര പൂള് അല്ലേ, അല്ലെങ്കിൽ ഒരു തുള്ളി നെയ്യ് ആദ്യം നമ്മൾ അഗ്നിയിൽ ഇടും. എന്നിട്ടാണ് നമ്മൾ ആഹാരം പാചകം ചെയ്യുക. എന്താ കാരണം? ഗണപതി നമ്മൾ ചെയ്യണ ഗണപതി ഹോമാണത്. ഭഗവാനെ സങ്കല്പിച്ചൊരു നിവേദ്യം സമർപ്പിക്കാം. അപ്പൊ ഇത്തരത്തിൽ എന്ത് നല്ല കാര്യത്തിനും പോലെ വീടൊക്കെ കൂടിയിരിക്കുമ്പോൾ ഗണപതി ഹോമം നടത്തുക. ആ ഗണപതി ഭഗവാനെ ഭജിച്ചു. ത്രിമൂർത്തികളെ വന്ദിച്ചു. പിന്നെയോ സ്വന്തം പിതാവും ഗുരുനാഥനും കൂടിയായിരിക്കുന്ന ജനകായ പ്രസീതമൽ ഗുരോ നാഥ ജനകായ നമോ നമ. എൻ്റെ ഗുരുനാഥനും പിതാവുമായിരിക്കണ, എൻ്റെ ജനകനായിരിക്കണം, അവിടത്തേക്ക് നമസ്കാരം എന്ന് പറഞ്ഞ് പുണ്യേ മുഹൂർത്തേ നിദധൗ. ആ പുണ്യമുഹൂർത്തത്തില് നിദധൗ എന്ന് പറഞ്ഞാൽ നിക്ഷേപിച്ചു. എവിടെ? മഹോദധൗ. ആ വലിയ കടലില് ആദ്യത്തെ കല്ല് അവിടെ ഇട്ടു. അങ്ങനെ നളന്റെ മേൽനോട്ടത്തിലാണ് ഈ പാലം പണി ആരംഭിച്ചത് എന്ന്. ഒരു ചോദ്യം ചെറുതായിട്ട് ചോദിക്കട്ടെ, ഈ പാലത്തിന് ആകെ എത്ര നീളം ഉണ്ടാവും? ഇത് പറഞ്ഞേ പറ്റൂട്ടോ, ഇല്ലെങ്കിൽ ഞാൻ ആരും ഹോളിന്റെ പുറത്തേക്ക് വിടില്ല. ഈ പാലത്തിന് എത്ര നീളം വേണം? എന്താരും മുണ്ടണില്ലല്ലോ. ആകെ എത്ര യോജന കടലുള്ളത്? ഹനുമാൻ എത്ര യോജന ചാടി? 100. അപ്പൊ എത്ര യോജന ഉണ്ട് കടലിലെ വീതി? 100. അപ്പൊ പാലത്തിന് എത്ര നീളം വേണം? 100 യോജന. പാലത്തിന് നീളം നമുക്ക് കിട്ടി 100 യോജന. വീതി എത്രയെന്നറിയോ? അത് ഞങ്ങൾക്കറിയില്ല അല്ലെ. 10 യോജന വീതി അത്രേ. 10 യോജന വീതി, 100 യോജന നീളം. എന്ത് ഈ വാനരന്മാരിൽ ഒരാൾ വരിവരിക്കുക നമ്മൾ പ്രസാദോട്ടിന് ഉണ്ണാൻ പോണ പോലെ പോകാൻ പറ്റില്ല. ഒന്നിച്ചിട്ടാ വരിക അല്ലേ? അതോ വാനരന്മാരെ ആവേശത്തിൽ ആയുധമൊക്കെ പിടിച്ച് വരുമ്പോൾ ഒരാൾ പോയിട്ട് അടുത്ത്, അങ്ങനെയൊന്നും പറ്റില്ല. ആർത്തരമ്പികൾ വരും ഉരുൾ പൊട്ടി വരണ പോലെ. അപ്പോ പാലത്തിന് എന്തു വേണം? കുറച്ച് വീതിയൊക്കെ വേണം. അപ്പൊ 10 യോജന വീതി, 100 യോജന നീളത്തിൽ പാലം പണി അങ്ങനെ തുടങ്ങി എന്നാണ്. അങ്ങനെ ഒന്നാമത്തെ ദിവസം 14 യോജന പാലം പണി കഴിഞ്ഞു. 14 യോജനയായി. രണ്ടാം ദിവസം തുടങ്ങി 20 യോജന രണ്ടാം ദിവസം. കാരണം ആദ്യത്തെ ദിവസം അങ്ങനെയാണ്, ഏത് പണി തുടങ്ങുകയാണെങ്കിലും കുറച്ചേ നടക്കുള്ളൂ അല്ലേ. അപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ പണിക്കാരൊക്കെ എന്തെങ്കിലും ജോലിക്കാരൊക്കെ ഏൽപ്പിച്ചാൽ ഒരു ആദ്യത്തെ ദിവസം ഒന്നും ഉണ്ടാവില്ല. ഒരു വരിക, അളവെടുക്കുക അല്ലേ, എന്നിട്ട് അങ്ങോട്ടൊന്നും നോക്കുക അങ്ങോട്ടൊന്നും നോക്കുക, കുറച്ച് സമയമൊക്കെ അങ്ങനെ പോകും. പിന്നെ പിറ്റേ ദിവസം മുതലൊക്കെ പണി തുടങ്ങിക്കഴിഞ്ഞാലോ പിന്നെ പട 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 പടോ അല്ലേ. അതുപോലെയാണ് ആദ്യത്തെ ദിവസം 14 യോജന. അപ്പോഴേക്കും എക്സ്പേർട്സ് ആയി എല്ലാവരും. എങ്ങനെയാ അപ്പോൾ ഈ പാലം പണി വേണ്ടത്, ആരെവിടെയാ നിൽക്കേണ്ട, ആരെന്തൊക്കെയാ ചെയ്യണം, നാളെ എങ്ങനെ പറയണു, ബാക്കി എല്ലാവരും.
രണ്ടാമത്തെ ദിവസം 20 യോജന പണി കഴിഞ്ഞു. ഇപ്പൊ എത്രയായി? കൂട്ടിപ്പോരണേ, 34ആയി. മൂന്നാം ദിവസം 21 യോജന. നാലാം ദിവസം 22. അഞ്ചാം ദിവസം വൈകുന്നേരം ആയപ്പോഴേക്കും 23 യോജന. മൊത്തം അങ്ങോട്ട് കൂട്ടിയാൽ 100. നേരത്തെ പറഞ്ഞ നിങ്ങളായി അല്ലേ? 5 ദിവസം കൊണ്ട് ആ 100 യോജന നീളത്തില് പാലം സേതുബന്ധനം അവിടെ കഴിഞ്ഞു. 5 നാൾ കൊണ്ട് ശതയോജനായതം ചഞ്ചലമെന്നിയേ തീർന്നോരനന്തരം. മനസ്സിലിങ്ങനെ കാണണം, എന്തൊരു സന്തോഷമായിട്ടോ മാനന്മാർക്ക് അല്ലേ? ഞങ്ങൾ ഉണ്ടാക്കിയ പാലം അല്ലേ, ഇനി ഉദ്ഘാടനത്തൊന്നും കാത്തു കണ്ട, പുറപ്പെടാം നമുക്ക്. സേതുവിന്മേലെ നടന്നു കപികളും ആതങ്കഹീനം കടന്നു തുടങ്ങിനാർ. മാരുതി കണ്ടേ കരേറി രഘുത്തമൻ താരേയ കണ്ടേ സുമിത്രാതനയനും. മനസ്സിലിങ്ങനെ കാണണേ, വാനരന്മാരെങ്ങനെ ആർത്ത് വിളിച്ച് നടക്കണു. മാരുതി കണ്ടേ കരേറി രഘുത്തമൻ. ആഞ്ജനേയ സ്വാമി പറഞ്ഞു, പ്രഭോ അങ്ങ് നടക്കണ്ട, ഞങ്ങൾ അങ്ങേ കൊണ്ടുപോവാം. എന്നിട്ടോ ശ്രീരാമചന്ദ്രസ്വാമിയെ ആഞ്ജനേയ സ്വാമി തോളിൽ ഇങ്ങനെ ഇരുത്തിയെന്ന. പണ്ട് കുട്ടികളൊക്കെ പൂരം കാണാൻ കൊണ്ടുപോകുമ്പോൾ അങ്ങനെ അല്ലേ, കുട്ടികളെ തോളിൽ ഇരുത്തിയിട്ട് 2 കാലും നമ്മൾ പിടിക്കും, കുട്ടിയോ നമ്മുടെ തലയും പിടിച്ചിട്ട് അങ്ങനെ ഇരിക്കും. അവന് നല്ല സുഖ അല്ലേ, നമുക്കായി ബുദ്ധിമുട്ട്, പക്ഷെ അവനെ തലയിലിരിക്കും എന്നതുപോലെ ശ്രീരാമചന്ദ്രസ്വാമി ഹനുമാൻ സ്വാമിയുടെ മേലെ. അപ്പുറത്തോ താരേയ കണ്ഠേ സുമിത്രാതനയനും, അംഗദന്റെ തോളില് ലക്ഷ്മണകുമാരൻ, ബാക്കി വാരന്മാരൊക്കെ ആരുഹ്യ ചെന്നു സുബേലാചല മുകളേറിനാർ. വാനരസേനയോടും ദ്രുതം ലങ്കാപുരാലോകനാശയ രാഘവൻ ശങ്കാവിഹീനം സുബേലാചലോപരി സംപ്രാപ്യ നോക്കിയ നേരത്ത് കണ്ടിത് ജംഭാരിതൻ പുരിക്കൊത്ത ലങ്കാപുരം. രംഗൊക്കെ കാണണേ, പാലത്തിലൂടെ അങ്ങനെ നടന്ന് സുബേലാചല പർവ്വതത്തിന്റെ മുകളിൽ പാലട നടന്നിട്ട് അവിടെ അങ്ങോട്ട് എത്തി. എന്നിട്ട് ഈ ലങ്ക എങ്ങനെ നോക്കി, ആ നോട്ടം ഇന്ദ്രപുരിക്കൊപ്പം കുബേരപുരിക്കൊപ്പം. എന്താ ഇനി പറയും, സ്വർണം കൊണ്ടുണ്ടാക്കിയതുപോലെ ശോഭിക്കുന്നുണ്ട് ലങ്ക എന്ന ഇവിടെ പറയണു. സ്വർണമയധ്വജ പ്രാകാരതോരണ പൂർണ്ണ മനോഹരം പ്രാസാദ സങ്കുലം കൈലാസ ശൈലേന്ദ്ര സന്നിഭ ഗോപുരജാല പരീഖ ശതഗ്നി സമന്യുതം. ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന ഗംഭീരമായ ഗോപുരങ്ങള്. എങ്ങനെയാ? സ്വർണമയധ്വജ പ്രാകാര തോരണ പൂർണ്ണ മനോഹരം. സ്വർണത്തിന്റെ കൊടിമരങ്ങള് അവിടെയൊക്കെ ധാരാളം അങ്ങനെ അലങ്കരിച്ചിരിക്കുന്നു, പട്ടുവസ്ത്രങ്ങളെ കൊണ്ടും മാലകളെ കൊണ്ടും. കൈലാസ ശൈലേന്ദ്ര സന്നിഭ ഗോപുരജാല പരിഘശതഗ്നി സമന്യുതം. ദൂരത്തിങ്ങനെ നോക്കിയാൽ കൈലാസ ശൃംഗം ഉയർന്നു നിൽക്കുകയാണോ തോന്നും, അതുപോലെ അതിനെ മുഴുവൻ ഇങ്ങനെ സംരക്ഷിച്ചുകൊണ്ട് ആയുധങ്ങൾ കയ്യിലേന്തിയ രാക്ഷസന്മാരിങ്ങനെ റോന്തു ചുറ്റുകൊണ്ടിരിക്കുന്നു. പ്രാസാദമൂർധനി വിസ്തീർണ ദേശേ മുദാവാസവതുല്യ പ്രഭാവേന രാവണൻ. രാവണൻ ഇരിക്കണത് ഇങ്ങനെ കണ്ടു എന്നാ. എങ്ങനെ ഇരിപ്പ് നോക്കിക്കോളൂ. രത്നസിംഹാസനെ എന്നൊക്കെ പറയുമ്പോൾ മനസ്സിലിങ്ങനെ കാണണേ, രത്നങ്ങൾ പതിച്ച സിംഹാസനത്തില് മന്ത്രിഭി സംകുലേ, ചുറ്റും മന്ത്രിമാരൊക്കെ ഉണ്ട്. രത്നദണ്ഡാതപത്രൈരുപശോഭിതേ ആലവട്ടങ്ങളും വെഞ്ചാമരങ്ങളും ബാലത്തരുണിമാരെ കൊണ്ട് വീഴിച്ച് രത്നസിംഹാസനത്തില് ആ രാവണൻ ഇങ്ങനെ ഇരിക്കുന്നു. വെൺകൊറ്റക്കൊട പിടിച്ചിട്ടുണ്ട്. 2 ഭാഗങ്ങളിലും നിന്നുകൊണ്ട് തോഴിമാര് ആലവട്ടങ്ങളും വെഞ്ചാമരങ്ങളും ഒക്കെ ഇങ്ങനെ വീശുന്നു. നീലശൈലാഭം ദശകിരീടോജ്വലം നീലമേഘോപമം കണ്ടു രഘുത്തമൻ. ഇങ്ങനെ നോക്കുമ്പോ നീലശൈലാഭം ദശകിരീടോജ്വലം 10 സ്വർണ്ണക്കിരീടങ്ങളൊക്കെ തന്നെ വെച്ച് 10 ശിരസ്സുകളോടൊക്കെ കൂടി നീലശൈലാഭം ഒരു വലിയ പർവ്വതം അങ്ങനെ ഇരിക്കുന്നത് പോലെ വളരെ പ്രൗഢിയോടുകൂടി വിസ്മയം കൈക്കൊണ്ടു മാനിച്ചു മാനസേ സസ്മിതം വാനരന്മാരോടു ചൊല്ലിനാൻ മുന്നേ നിബദ്ധനായോരു ശുകാസുരൻ തന്നെ വിരവോടയക്ക മടിയാതെ. പറഞ്ഞു, നമ്മളെ കഴിഞ്ഞ ദിവസം പിടിച്ച് ബന്ധനസ്ഥനാക്കി ഒരുത്തണ്ടല്ലോ നമ്മുടെ കൂടെ, രാവണന്റെ ചാരൻ ശുകൻ, അവന് ഇനി തുറന്നു വിടാം.
എന്താ കാരണം? അവൻ പോയിട്ട് നമ്മുടെ വൈഭവങ്ങളെ കുറിച്ചിട്ടൊക്കെ രാവണനോട് സംസാരിക്കും. മുന്നേ നിബദ്ധനായൊരു ശുകാസുരൻ തന്നെ വിരവോടയക്കമടിയാതെ ചെന്ന് ദശഗ്രീവനോട് വൃത്താന്തങ്ങളൊന്ന് ഒഴിയാതെ അറിയിക്ക വൈകാതെ എന്നരുൾ ചെയ്തതു കേട്ടു തൊഴുതവൻ ചെന്ന് ദശാനനൻ തന്നെ വണങ്ങിനാൻ. അങ്ങനെ ആ ശുകാസുരനെ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കണം. ശുകാസുരൻ ചെന്ന് രാവണനെ വണങ്ങി നിൽക്കുന്ന ആ രംഗത്തോടു കൂടിയാണ് തൽക്കാലം നമ്മൾ ഇന്നിവിടെ സമർപ്പിക്കുന്നത്. നാളെ ഈ ശുഗബന്ധനം തൊട്ടിട്ടുള്ള മാല്യവാന്റെ വാക്യം കൂടിയുള്ള കാര്യങ്ങളൊക്കെയാണ് നാളെ നമുക്ക് അനുസ്മരിക്കാനുള്ളത്. ഈ ഇന്നത്തെ പാരായണ പ്രഭാഷണ ശ്രവണ മനന യജ്ഞങ്ങളെ കാടാമ്പുഴ അമ്മയുടെയും ഗുരുവായൂരപ്പൻ്റെയും ആഞ്ജനേയസ്വാമിയുടെ ഒക്കെ തൃപ്പാദങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം. ശംഭോ ശങ്കര സാംബ സദാശിവ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഗുരുവായൂരപ്പാ.